وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي فجزاك الله عنا خير الجزاء. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون. صدق الله العلي العظيم. ബൃഹത്തായ വേദിയുടെ സമാദരണീയനായ അധ്യക്ഷൻ കെ ഇബ്രാഹിം മുസ്ലിയാർ, വേദിയിൽ ഇതുവരെ വശ്യസുന്ദരമായ ഹൃദയസ്പർശിയായ സാന്ദർഭികമായ സുപ്രധാന വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മ പ്രിയങ്കരനും ആദരണീയനും അഭിമാനവുമായ ബഹുമാന്യനായ സുഹൃത്ത് സത്താർ പന്തല്ലൂർ, ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, മഹാനരായ ശൈഖു മശായിഖിന ഷംസുൽ ഉലമയുടെ ഉറൂസിലാണ് നമ്മളുള്ളത്. ഒരു വലിയ ആൾക്കൂട്ടം കാണാനോ ആവേശമുള്ള പ്രഭാഷണം നടത്താനൊന്നുമല്ല വരുന്നത്. ഇവിടെ വന്നൊരു തബറുക്കിലുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. അതുകൊണ്ട് ദീർഘമായൊരു പ്രഭാഷണം ഈ വൈകിയ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതായിരിക്കും നിങ്ങൾക്കും നല്ലത് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് ഈ സദസ്സിൻ്റെ തബറുക്കിന് വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലും നിങ്ങളുടെ ഓർമ്മയിലും പെടുത്തി വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. മനുഷ്യൻ എന്നത് അള്ളാഹുവിൻ്റെ അമാനത്ത് വഹിച്ചവനാണ്. ഈ അമാനത്ത് കരിമ്പാറക്കെട്ടുകളാൽ നിർമ്മിതമായ കൊടുമുടികൾ പോലും ഏറ്റെടുക്കാൻ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയ അമാനത്താണ്. ആ അമാനത്ത് വഹമലഹൽ ഇൻസാൻ, അത് മനുഷ്യനാണ് അമാനത്ത് ഏറ്റെടുത്തത്. അമാനത്തിൻ്റെ പൂർത്തീകരണത്തിന് ഏറ്റവും ആവശ്യമുള്ള രണ്ട് ഘടകം, ഒന്ന് മാരിഫത്തും മറ്റൊന്ന് ഇസ്തിഖാമത്തുമാണ്. ഈ മാരിഫത്തും ഇസ്തിഖാമത്തും മലയാളക്കരയിൽ ആവോളം നുണഞ്ഞ ശ്രദ്ധേയരായ പണ്ഡിതരിൽ, ആരിഫീങ്ങളിൽ ഇമാമായിരുന്നു ശൈഖു മശായിഖിന ഷംസുൽ ഉലമ.
അള്ളാഹു അവിടത്തേക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. വരക്കൽ തങ്ങൾക്ക് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരാളെ അള്ളാഹു മഹാനായി തെരഞ്ഞെടുത്തു എങ്കിൽ 2 ഗുണങ്ങൾ അവരിൽ അത്യാവശ്യമാണ്. ഒന്ന് മാരിഫത്താണ്, മറ്റൊന്ന് ഇസ്തിഖാമത്താണ്. അങ്ങനെയാകുമ്പോൾ അവർ ശുഗ്ലുഹു ലില്ലാഹ് ഹമ്മുഹു ബില്ലാഹ് വഫിറാറുഹു ഇലല്ലാഹ്, അങ്ങനെയായിരിക്കും. അവരുടെ ജോലികൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അവരുടെ ചിന്ത മുഴുവനും അള്ളാഹ് എന്നതായിരിക്കും. അവരുടെ പ്രയാണം അള്ളാഹുവിലേക്കായിരിക്കും. അത് ജീവിതകാലത്ത് തൻ്റെ ഹയാത്ത് കൊണ്ട് വ്യാഖ്യാനം കുറിച്ച പണ്ഡിത ജ്യോതിയാണ് മഹാനായ ശംസുൽ ഉലമ. അവരുടെ ദീർഘദൃഷ്ടി, അവരുടെ വൈജ്ഞാനിക ആഴം, അവരുടെ ആന്തരികമായ ഹെൽത്ത്, ബാഹ്യമായ ചിന്തകൾ, ആത്മീയ തേരോട്ടം, ആദർശ വേരോട്ടം, ആദർശ പരിശുദ്ധിയും കാർമ്മിക വിശുദ്ധിയും എല്ലാം ഒരുമിച്ചുകൂടിയ ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് ഷെയ്ഖുന വലിയുല്ലാഹി ശംസുൽ ഉലമ. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അവരുടെ ഉയർച്ചയുടെ പിറകിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് വംശവിശുദ്ധിയാണ്. 2 സത്യസന്ധതയാണ്. 3 ആഴമുള്ള അറിവാണ്. 4 ജാടയില്ലാത്ത നിഷ്കപടമായ കർമ്മമാണ്. 5 തിന്മകൾക്കെതിരെ അവർക്കുള്ള ആർജവമാണ്. നന്മ സ്വാംശീകരിക്കാനുള്ള അവിടുത്തെ ഹൃദയവെമ്പലുമാണ്. ഇതെല്ലാം ഒരുമിച്ചുകൂടി ഒരു മഹാൻ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല, കുറവാണ് എന്നത് പരമസത്യമാണ്. എല്ലാം ഒരുമിച്ചുകൂടിയ വിലായത്തിൻ്റെ ലോകത്തെ ഒരു ബൊക്കയാണ് ഷെയ്ഖുന വലിയുല്ലാഹി ശംസുൽ ഉലമ. പക്ഷേ മഹാന്മാരായ പല പണ്ഡിതന്മാരെയും പോലെ സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മഹാന്മാരായ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തി, തസത്തറൽ വിലായത ബിൽ ഫിഖ്ഹി, ആ ഒരു ഫിഖ്ഹ് കൊണ്ട് വിലായത്തിനെ മറച്ചു പിടിച്ച ആളാണ്. ഫിഖ്ഹ് കൊണ്ട് അവരുടെ വിലായത്തിനെ അവർ മറച്ചു പിടിച്ചു. അവർ തന്നെ ഒരു പ്രഭാഷണത്തിൽ പറയുകയും ശിഷ്യനോട് അറിയിക്കുകയും ചെയ്തു, വഖദ് നശഅതു ബൈനൽ ഹജറൈനി വൽ ജലാലൈനി വൽ കമാലൈൻ. ഈ വാക്കാണ് ശംസുൽമയുടെ ഉറൂസിൽ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്നത്. സക്കരിയൽ അൻസാരി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, നശഅതു, ഞാൻ വളർന്ന് താമസിച്ച് ഞാൻ ഉയർന്ന് ജീവിച്ച് വന്നത് ബൈനൽ ഹജറൈൻ വൽ ജലാലൈൻ വൽ കലാമൈൻ വൽ കമാലൈൻ. ഞാൻ എൻ്റെ ഗുരുവര്യന്മാരിലേക്ക് നോക്കുമ്പോഴും അവരുടെ വൈജ്ഞാനികമായ നിധികുംഭങ്ങളാണ് ഞാൻ കാണുന്നത്. വിജ്ഞാനത്തിൻ്റെ മാണിക്യം വഹിച്ച് നടക്കുന്ന ഗുരുവര്യരെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ശിഷ്യരിലേക്ക് നോക്കിയാൽ അവിടെയും ഞാൻ വിജ്ഞാനത്തിൻ്റെ രത്നമുത്തുകൾ വഹിച്ച് നടക്കുന്നവരെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ ഗുരുവര്യരിലേക്ക് നോക്കിയാൽ പൂർണ്ണതയുടെ പ്രതീകങ്ങളെയാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ ശിഷ്യരിലേക്ക് നോക്കിയാൽ അവിടെയും പൂർണ്ണതയുടെ രൂപങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്ന് മഹാനവറുകൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഗുരുവര്യരിലേക്ക് നോക്കിയാൽ ഹജറുകളാ, കമാലുകളാ, രത്നങ്ങളാ, ആരിഫീങ്ങളാണ്.
അവരുടെ ശിഷ്യരിലേക്ക് നോക്കിയാലും സൂഫിയാക്കളും ആരിഫീങ്ങളുമാണ്. ഇത് അപൂർവം ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അത് ശംസുൽ ഉലമയുടെ വേറിട്ട സിദ്ധിയാണ്. ആർക്കാ അങ്ങനെയുള്ളത്? ഉസ്താദന്മാരിലേക്ക് നോക്കിയാലും ഔലിയാക്കൾ, ശിഷ്യരിലേക്ക് നോക്കിയാലും ഔലിയാക്കൾ. സുബ്ഹാനല്ലാഹ്. സക്കരിയ അൻസാരിയുടെ പ്രത്യേകതയാണത്. ശംസുൽ ഉലമയുടെ ഏത് പ്രഭാഷണത്തിലും ആദ്യാവസാനം പ്രോജ്വലിച്ച് നിന്നിരുന്നത് മഖ്ദൂമിന്റെ അടിത്തറയാണ്, മഖ്ദൂമിന്റെ പാരമ്പര്യം. മലയാളക്കരയിൽ ശൈഖുന പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് മഖ്ദൂമിനെ, ആ സുഹൃതത്തെ, ആ പാരമ്പര്യത്തെ അസ്ഥിവാരമിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നത്? എന്തിനാണ് അതിനെ ബേസാക്കുന്നത്? കാരണം ഈ ലോകത്ത്, മലയാളക്കരയിൽ ഇന്ന് ലോകത്തിൻ്റെ എവിടെ പോയി ദഅവത്ത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ വൈജ്ഞാനിക പ്രകാശം സ്ഫുരിക്കാൻ കാരണം പൊന്നാനിയിലെ വിളക്കുമായിട്ടുള്ള ബന്ധമാണ്. പൊന്നാനിയിൽ ഒരു വിളക്കുണ്ട്, ഇന്നും പോയാൽ കാണാം. അത് വിജ്ഞാനം എന്ന് പറയുന്നത് വെളിച്ചമാണ്. അൽ ഇൽമു നൂർ, അതിൻ്റെ പ്രതീകമാണ് ആ വിളക്ക്. അന്നത്തെ ബിരുദം വിളക്കത്തിരിക്കലാണ്. വിളക്കത്തിരുന്നിട്ട് ഫേസ് കിതാബായിരുന്നു അന്നത്തെ ബിരുദം. ഇന്നത്തെ ബിരുദം വിളക്ക് ഊതിയിട്ട് ഫേസ്ബുക്കാണെന്ന് മാത്രം. അതാണ് രണ്ടു തമ്മിൽ വേർഡിൽ ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ അർത്ഥത്തിൽ വലിയ മാറ്റമുണ്ട്. അന്ന് ഇവിടെ വലിയ ഉസ്താദന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അന്നത്തെ കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും വിളക്ക് കത്തിച്ചിട്ട് ഫേസ് കിതാബ്. ഇന്ന് പല സ്ഥലങ്ങളിലും വിളക്ക് ഊതിയിട്ട് ഫേസ്ബുക്കാണ്. ആ വിളക്ക് ഇപ്പോഴും ഉണ്ട്, ഓർമ്മയാണത്. ആ വിളക്ക് കത്തിച്ചത് ചെറിയ ആളല്ല, അത് ശംസുൽ ഉലമയുടെ പ്രമാണം പോലെ പറഞ്ഞിരുന്ന മഖ്ദൂം അവ്വലാണ്. മഖ്ദൂം ആ വിളക്ക് കത്തിച്ചത് അൽ ഇൽമു നൂറുല്ലാഹ്, വിജ്ഞാനം പ്രകാശമാണ് എന്ന പാഠത്തിന് കൂടിയാണ്. മഖ്ദൂങ്ങൾക്ക് ഈ ഇൽമ് കിട്ടിയത് എവിടെ നിന്നാണ്? അത് ഞാൻ ഈ പ്രസംഗിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നിന്ന് കാലിമാരിൽ നിന്നാണ്. കോഴിക്കോട്ടെ അന്നത്തെ മഹാന്മാരായ ആരിഫീങ്ങളായ അഹ്ലു ബൈത്തിൽപ്പെട്ട കാലിമാർക്ക് ഈ ഇൽമാകുന്ന നൂറ് കിട്ടിയത് എവിടെ നിന്നാണ്? അത് സൈനുദ്ദീൻ മദനിയിൽ നിന്നാണ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾക്ക് ഈ ഇൽമാകുന്ന വെളിച്ചം കിട്ടിയത് എവിടെ നിന്നാണ്? അത് മാലിക് ബിൻ ഹബീബിൽ നിന്നാണ്. മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന് ഈ വെളിച്ചം കിട്ടിയത് എവിടെ നിന്നാണ്? അത് മദനി രാജാവിൽ നിന്നാണ്. സ്വലവാതി അലൻ നബി വ സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക സൈനുൽ അംബിയാഇ السلام عليك أتقى الأتقياء الله 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 الله. എല്ലാ വെളിച്ചത്തിന്റെയും അടിസ്ഥാന സ്രോതസ്, പ്രപഞ്ചത്തിന്റെ പ്രാരംഭ പ്രഭാമയമായ ആലമിന്റെ അനുഗ്രഹത്തിന്റെ ആരാമമായ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളിൽ പ്രകാശപ്രളയമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ നിന്നല്ലോ അത് വെളിച്ചത്തിന്റെ അസ്തിത്വമല്ലേ? ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി
ബിഇദ്നിഹി വസിറാജം മുനീറാ. ഈ ആയത്ത് മണിക്കൂറുകൾ അറബ് പ്രമുഖരായ പണ്ഡിത പ്രഭുക്കൾക്ക് മുമ്പിൽ അറബ് ഭാഷയിൽ മണിക്കൂറുകളോളം അവതരിപ്പിച്ച സമയത്ത് അറബികൾ പോലും എണീറ്റുകൊണ്ട് ശംസുലമയുടെ കയ്യും വടിയും മുത്തിയെങ്കിൽ ഇസ്തിഖാമത്തിന്റെയും മാരിഫത്തിന്റെയും ഉദ്യാനത്തിലെ രാജനല്ലേ ശൈഖുന വലിയുല്ലാഹി ശംസുൽ ഉലമാ. അവരുടെ അന്വേഷണ തൃഷ്ണയുടെ മൂർച്ച എത്രയാണ്, അവരുടെ ഫത്വയുടെ ഊക്ക് എത്രയാണ്, അവരുടെ തദ്രീസിന്റെ മൗനവും ആ മൗനത്തിലുള്ള ഗാംഭീര്യവും ആ ഗാംഭീര്യത്തിൽ സ്ഫുരിക്കുന്ന ആഴമുള്ള വൈജ്ഞാനിക തെളിച്ചങ്ങളും എത്രയാണ് പ്രകാശിതമായത്. അവർ ഔലിയാക്കളുടെ ലോകത്ത് ഔലിയാക്കളാൽ ബഹുമാനിക്കപ്പെടുന്ന വലിയായിരുന്നു. ചരിത്രകാരന്മാരുടെ ലോകത്ത് ചരിത്രകാരന്മാരെ ആദരിക്കുന്ന ചരിത്രകാരനായിരുന്നു. കവികളുടെ ലോകത്ത് എല്ലാ കവിതയും പിന്നിലാക്കുന്ന നിപുണനായ കവിയായിരുന്നു. ദാക്കരിങ്ങളുടെ ലോകത്ത് ശ്വാസം പോലും ദിക്റാക്കിയ മഹാനായിരുന്നു. ബഹുഭാഷാ പണ്ഡിതന്മാരുടെ ലോകത്ത് അറിയപ്പെടുന്ന മിക്ക ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നൈപുണ്യവാനായ പണ്ഡിതനായിരുന്നു. ഇങ്ങനെയുള്ളൊരു പണ്ഡിതന് കേരളത്തിൽ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാര് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടൂല. അതുകൊണ്ടാണ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടൂല. പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാ ഫന്നിലും മഹാരത്തുള്ള ആളുകൾ കുറവാണ്. ഹദീസിലാണെങ്കിൽ എങ്ങനെ, ഫിഖഹിലാണെങ്കിൽ എങ്ങനെ, മന്തിക്കിലാണെങ്കിൽ എങ്ങനെ, മആനിയിലാണെങ്കിൽ അങ്ങനെ, താരീഖിലാണെങ്കിൽ അങ്ങനെ, നഹ്വിലാണെങ്കിൽ അങ്ങനെ, തസൂഫിലാണെങ്കിൽ അങ്ങനെ. ഏത് ഫന്നിലാണ് ശംസുലമക്ക് പിടുത്തല്ല എന്ന് ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയാം? ഫിഖഹിലാണെങ്കിൽ പറയണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഒരാൾ ഗൾഫിൽ പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് അമ്മോശനുമായിട്ടുള്ള പിണക്കം കൊണ്ട് പറഞ്ഞുപോയി, നീ എന്നാണോ ബാപ്പാന്റെ വീട്ടിൽ പോണത് അന്ന് നിന്റെ തൊലാക്കാണെന്ന് പറഞ്ഞു. മലയാളക്കരയിൽ സംഭവിച്ചാണ്, അന്ന് നിന്റെ തൊലാക്കാണ്. അയാളെ പറഞ്ഞിട്ട് ഗൾഫ് പോയി. അതിനിടക്കാണ് ഭാര്യൻ്റെ ബാപ്പയ്ക്ക് സുഖമില്ലാതായത്. അപ്പോൾ ഈ ഭാര്യ ഒരുപാട് ഉസ്താദന്മാരോട് ചോദിച്ചു, എനിക്ക് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഭർത്താവാണെങ്കിൽ വാപ്പൻ്റെ വീട്ടിൽ പോയാൽ തൊലാക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ മുദരിസടക്കം പരിസരത്തുള്ള ഫിഖ് തിരിയുന്ന എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ പറഞ്ഞു, അങ്ങോട്ട് അടുക്കണ്ട, നിന്റെ ഭാര്യാപദം നഷ്ടപ്പെടും. രോഗം മൂർച്ഛിച്ചു. പിന്നെയും ചോദിച്ചു, എല്ലാവരും മസല പറഞ്ഞു, ആ ഏരിയയൊക്കെ പോണ്ട, അയാളെ ഭാര്യാപദത്തിൽ നിന്ന് നീ പുറത്തു പോവും. പെട്ടെന്ന് വാപ്പ മരിച്ചു. പിന്നെ ചോദിക്കാൻ നിന്നില്ല. സ്വന്തം മോള് വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭീഷണിയൊക്കെ മറക്കും. പോയി. തിരിച്ചു വന്നപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്. ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ബാപ്പാൻ്റെ വീട്ടിൽ പോയാൽ തൊലാക്ക് സംഭവിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഭർത്താവാണെങ്കിലോ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ വരികയും ചെയ്തു. ഒരു റിവായത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇവള് പറഞ്ഞല്ലോ, അവിടെ നിൽക്കും, റൂമിക്ക് വരാൻ മസല അന്വേഷിച്ചിട്ട് വേണമെന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാപ്പാൻ്റെ പരി പോയാൽ തൊലാക്ക് സംഭവിക്കുന്നു. ഞാൻ മരിച്ചപ്പോൾ പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഭർത്താവാണോ അല്ലേ എന്ന തീരുമാനം ഉറപ്പിച്ചതിന് ശേഷം വന്നാൽ മതി. എൻ്റെ പൊതുവെയുള്ള പ്രസംഗം ഇരുന്നിട്ടാണ്, അപ്പോഴേ എൻ്റെ പ്രസംഗമൊന്നും മുറുകുള്ളൂ. പക്ഷെ ഇവിടെ ഇരിക്കാനൊരു ഇരിപ്പ് കിട്ടണില്ല. ഇവർ എന്നോട് ഇരിക്കാൻ പറഞ്ഞ്, നേരെ അടുത്ത് ഷെയ്ഖുന ഉള്ളത്. അപ്പോൾ കൊണ്ട് ഇവർ ഇരുത്തിയാലും ഒരു ഇരിപ്പ് കിട്ടണില്ല. അതുകൊണ്ടാണ്. ആ നിലക്കങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവേശക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ. അവിടുത്തെ ഫിഖഹിന്റെ ആഴവും അവിടുത്തെ മൂർച്ചയും അവിടുത്തെ ചിന്തയും അവിടുത്തെ കിതാബിന്റെ ഇബാറത്തുകൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശേഷിയും വിസ്മയമാണ്. ഇയാള് നാട്ടിൽ നിന്നപ്പോൾ ആകെ കുടുങ്ങി. കാരണം ഭാര്യനോട് പോകുമ്പോൾ പറയാനാണെങ്കിൽ പറയും ചെയ്ത്, ഭാര്യയാണെങ്കിൽ വാപ്പ മരിച്ചപ്പോൾ പോവുകയും ചെയ്ത്. ഗൾഫിൽ
കുറച്ച് നിന്നിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യൻ്റെ റൂമൊക്കെ കയറാൻ കഴിയാതിരുന്നുള്ള പ്രയാസം അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടെങ്കിൽ ഓൽക്കേ അറിയുള്ളൂ. എന്തിൻ്റെ പേരിലാണെങ്കിലും. പിന്നെ ഓരോ സെക്കൻഡും മാഷറിയിൽ നിൽക്കും പോലെ ആയിരിക്കും. ഇയാളെങ്ങനെ കിടന്ന് കറങ്ങാണ്. എല്ലാ ഉസ്താമാരോട് ചോദിച്ചു. ഉസ്താമാർ മൊത്തം പറഞ്ഞു റൂമൊക്കെ ചവിട്ടാനേ പാടില്ല, അത് അജ്നബിയത്തായ പെണ്ണാണ്, ഭാര്യയല്ല എന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരില്ലാതെ ആ സുഹൃത്ത് നേരെ വന്നത് ശംസുൽമൻ്റെ അടുത്തേക്കാണ്. ശംസുൽമനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവ ശംസുൽമ ചോദിച്ചു, നിന്റെ ഭാര്യനോട് നീ എന്താ പറഞ്ഞേ? ഭാര്യനോട് ഞാൻ പറഞ്ഞു, ശൈഖുന, ബാപ്പാന്റെ വീട്ടിൽ നീ പോയാൽ നിന്റെ തൊലാക്ക് സംഭവിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഭാര്യ എന്നിട്ട് എന്തിനാ പോയത്? ബാപ്പ മരിച്ചപ്പോ പോയതാണ്. എന്നാ നിന്റെ ഭാര്യ തന്നെയാണ്, ഒരു പ്രശ്നമില്ല, നീ പോയിക്കോറ്. ഈ മനുഷ്യന് നിറഞ്ഞ പ്രതീക്ഷയിൽ തിരിച്ച് വീട്ടിൽ വന്നു. ഭാര്യയുമായി അദ്ദേഹം വീട്ടിൽ കഴിഞ്ഞു. നാട്ടിലാകെ പ്രശ്നമായി, വിവാദമായി. അന്യ പെണ്ണിന്റെ കൂടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ലജ്ജയില്ലാതെ ഇയാൾ പറഞ്ഞ എന്നോട് ശൈഖുന പറഞ്ഞാണ്, ഞാൻ എന്താ ഇവിടെ ശംസുൽമനേക്കാൾ വിഷയം പറയാൻ ഏത് പണ്ഡിതന്മാർക്ക് അർഹത ഉള്ളത്? അപ്പോൾ ആളുകൾക്ക് വല്ലാത്ത ആശങ്കയായി. കുറച്ച് ആളുകൾ ശൈഖുനാൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ നാട്ടിൽ വിവാദം കത്തിപ്പോവുകയാണ്. ഒരാള് ഗൾഫ് പോകുമ്പോൾ ഭാര്യനോട് വാപ്പൻ്റെ വീട്ടിൽ പോയാൽ തൊലാക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞാണ്. ഭാര്യയാണെങ്കിൽ വാപ്പ മരിച്ചപ്പോൾ വീട്ടിൽ പോയി. ഞങ്ങളെല്ലാവരും തൊലാക്ക് സംഭവിച്ചിട്ടുണ്ട്, അജനബിയത്തായ പെണ്ണാണെന്ന് പറഞ്ഞു. പക്ഷെ ശൈഖുന അവൾ ഭാര്യനെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അയാളിപ്പോൾ ഒപ്പം കൂടിയിട്ടുള്ളത്. ശൈഖുന അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചു. കുറഞ്ഞ സമയം തല താഴ്ത്തി മൗനിയായി. പിന്നീട് തല ഉയർത്തിയിട്ട് മഹാനവറുകൾ ചോദിച്ചു, മസ്അല പറയുമ്പോൾ തഹക്കീക്കാക്കി പറയണ്ടേ? എടോ, അയാൾ ഭാര്യനോട് എന്താ പറഞ്ഞേ? ബാപ്പാന്റെ വീട്ടിൽ പോരുതെന്നല്ലേ? ഈ ഭാര്യ വാപ്പ രോഗിയായി കിടക്കുമ്പോൾ പോയിട്ടുണ്ടോ? നിങ്ങൾ മുടക്കിയില്ലേ? അതെ. എപ്പോഴാ പോയത്? മരിച്ചപ്പോ. മരിച്ചാ പിന്നെ അനന്തര സ്വത്താടോ, അത് ബാപ്പാന്റെ പോരല്ല, ഇവളതും ഇവൾ ആങ്ങളാരെ വീടാണത്, അവളെ വീട്ടുകാ പോയത്. വന്നവര് മുഴുവനും അത്ഭുതപ്പെടുകയാ. ഇതേ ഒരു ചർച്ച ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ താരീഖിലും കാണാം. വൈജ്ഞാനിക ലോകത്ത് അവരുടെയൊക്കെ മസ്തിഷ്കത്തിന്റെ വിശാലതയും ശക്തിയും നെഞ്ചിന്റെ പ്രകാശവും ചിന്തയുടെ മൂർച്ചയും എത്രയാണ്! വെറുതെയല്ല. മഹാനായ സയ്യിദുൽ ഉലമ അവരുടെ പ്രഭാഷണത്തിൽ പലപ്പോഴും സ്റ്റേജിലിരുന്നു കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്താണ് ശൈഖുന ശംസുൽ ഉലമ ജീവിച്ചിരുന്നതെങ്കിൽ ശംസുൽ ഉലമയുടെ പേരിൽ ഒരു മദ്ഹബ് തന്നെ ഉണ്ടാകുമായിരുന്നു. അതിന് മാത്രം വിജ്ഞാനത്തിന്റെ ബഹറാണ്. അവരുടെയൊക്കെ മരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് തൽക്കാലം മറഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. അവർ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പടച്ചവൻ പറഞ്ഞു വിട്ട മഹാന്മാരാ. സൂറത്തുൽ വാഖിയയിൽ നിങ്ങൾ കണ്ടില്ലേ, വകുന്തും അസ്വാജൻ സലാസ. ഇന്ന് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ആ ഓരോ മതങ്ങളിലും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇസ്ലാമിൽ തന്നെ 73 ഉണ്ട്. ആ 73ന്റെ ഉള്ളിൽ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ വേറെയും ഉണ്ട്. ഈ എണ്ണിയാലൊടുങ്ങാത്ത ലക്ഷങ്ങളായ ഗ്രൂപ്പുകളായ മനുഷ്യകോടികൾ മൊത്തം 3 ഗ്രൂപ്പ് മാത്രമായി ഒതുങ്ങുന്ന രംഗമാണ് മഹ്ശർ. സൂറത്തുൽ വാഖിയ പറയുകയാ, വകുന്തും അസ്വാജൻ സലാസ. നിങ്ങൾ 3 സെറ്റായി മാറി നിൽക്കുന്നതാണ്, 3 ഗ്രൂപ്പായി മാറി നിൽക്കുന്നതാ. ഒന്നാമത്തത് ഫഅസ്ഹാബുൽ മൈമന, ഒന്ന് മൈമനത്തിന്റെ ആളുകളാണ്. നേരെ അർത്ഥം പറഞ്ഞാൽ റൈറ്റിന്റെ ആളുകളാണ്.
എന്താണ് വലത് പക്ഷം എന്ന് പറയാനുള്ള കാരണം അവർക്ക് കിതാബ് നൽകപ്പെടുന്നത് വലത്തെ കയ്യിലാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ മുത്ത് മുസ്തഫ കണ്ടത് ആദം നബിയുടെ വലത് ഭാഗത്തിരിക്കുന്നതായിട്ടാണ്. നാളെ മഹ്ശർ വൻസഭയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വിശ്രമത്തിൽ അവൾ ഇരിക്കുന്നത് അർശിന്റെ വലത് ഭാഗത്താണ്. അല്ലെങ്കിൽ അവരുടെ വലത് ഭാഗത്ത് നിന്ന് നാളെ പ്രകാശം സ്ഫുരിക്കുന്നതാണ്. ഏത് അർത്ഥത്തിലാകട്ടെ അസ്ഹാബുൽ മൈമന അവർ സ്വർഗത്തിലാണ്. ഉടനെ അള്ളാഹു രണ്ടാമത്തെ പാർട്ടിയെ പറയുകയാണ് അസ്ഹാബുൽ മശ്അമ. അസ്ഹാബുൽ മശ്അമ എന്ന് അവരെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇടത് കയ്യിലാണ് കിതാബ് നൽകപ്പെടലോ. അർശിന്റെ ഇടത് ഭാഗത്താണ് അവർക്ക് ഇരിപ്പിടമുള്ളത്. അവർക്ക് ഇടത്തെ ഭാഗത്താണ് ആദം നബിയുടെ മുന്നിൽ ഇരിപ്പിടം കിട്ടിയത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ അവർ അസ്ഹാബുൽ മശ്അമ എന്നാണ് പറയാറുള്ളത്. എന്നാൽ പിന്നെ ഒരു വിഭാഗത്തെ സൂറത്തുൽ വാഖിയ പരിചയപ്പെടുത്തുന്നുണ്ട്. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അത് മൂന്നാമത്തെ പാർട്ടിയാണ്. അവർക്ക് പറഞ്ഞ പേര് സാബിഖീങ്ങൾ എന്നാണ്. അസ്ഹാബുൽ മൈമനയുടെ അവിടെ പറഞ്ഞപ്പോൾ മാ അസ്ഹാബുൽ മൈമന എന്ന് ചോദിക്കുകയുണ്ടായി. അസ്ഹാബുൽ മശ്അമയുടെ അവിടെയും ഒരു മാ എന്ന താജുബിന്റെ ഇസ്തിഫാമിന്റെ മാ കൊടുക്കുകയുണ്ടായി. അത് ആലിമീങ്ങൾക്ക് മാത്രം അറിയുന്നത് കൊണ്ട് ദീർഘമായി ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ പെണ്ണുങ്ങളും കൂടുതൽ മറ്റുള്ളവരുമായതുകൊണ്ട് ഞാൻ ചർച്ച കൊണ്ടുപോകുന്നില്ല. എന്നാൽ വസ്സാബിഖൂൻ പറഞ്ഞപ്പോൾ മസ്സാബിഖൂൻ എന്ന മാ കൊടുക്കാതെ പടച്ചവന് അത്ഭുതകരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അസ്സാബിഖൂ മുൻകടന്നവരെന്ന് പറഞ്ഞാൽ അതൊരു മുൻകടന്നവർ തന്നെയാണ്. ആരാണിവര്? ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സാബിഖീങ്ങൾ ഫിർഔന്റെ കുടുംബമാണ്. ആസിയ ബീവി അറിയില്ലേ ഉമ്മ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് ദൃഢരൂഢമൂലമായി വിശ്വസിച്ചതിന്റെ പേരിൽ ഇഞ്ചിഞ്ചായി ആണിയടിച്ച് മർദ്ദന തണ്ടന താടനത്തിന് വിധേയായ ആസിയ ഉമ്മ നാളെ മുത്തു മുസ്തഫാന്റെ മണവാട്ടിയായ സ്വർഗത്തിൽ ചമയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ പടച്ചവൻ അവസരം പ്രദാനം നൽകട്ടെ. അങ്ങനെ മൂസ അലൈഹിസ്സലാമിന്റെ കാലത്തുള്ളവരാണ്, ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നവരാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആരാണ് സാബിഖ്? മഹാനായ ഇസ്മായിലുൽ ഹഖ് റഹിമഹുല്ലാഹ് റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുകയാണ്. അത് ഹബീബുൻ നജ്ജാറാണ്. നാട്ടുകാര് മൊത്തവും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ഗ്രാമത്തിൽ വന്ന് പ്രചരണം നടത്തുന്ന സമയത്ത്, കല്ലെറിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പടച്ചവന്റെ പേരിൽ അവനിലേക്ക് വിളിക്കുന്ന സത്യസന്ധരായ, കാശ് പോലും പ്രത്യുപകാരമായി പ്രതീക്ഷിക്കാത്ത സത്യസന്ധരായ പ്രഭാഷകന്മാരെ, പ്രചാരകരെ, പ്രബോധകരെ, നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ കല്ലെറിയുന്നത്? അരുത് അരുത് എന്ന് പറഞ്ഞതിന്റെ പേരില് സ്വന്തം നാട്ടുകാരാ കഠോരമായ അക്രമത്തിന് വിധേയനായി പരലോക പൗരത്വം സ്വീകരിച്ച ഹബീബുൻ നജ്ജാറില്ലേ, ഈസാ നബിയുടെ കാലത്ത് സാബിഖ് അവരാണ്. എന്നാൽ മാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഉമ്മത്തിൽ സാബിഖീങ്ങളിൽ പ്രഗൽഭരായ രണ്ടാളുകളോ അവര് അധ്യക്ഷരാണ്. ഒന്ന് അബൂബക്കറിന് സിദ്ദീഖാണ്, മറ്റൊന്ന് ഉമറുൽ ഫാറൂഖാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്നെ പറയട്ടെ,
എനിക്ക് ഉപരിലോകത്ത് 2 മന്ത്രിമാരുണ്ട്, അത് ജിബ്രീലും മീകായിലുമാണ്. ഭൂമിയിൽ 2 മന്ത്രിമാരുണ്ട്, അത് എന്റെ അബൂബക്കറും ഉമറുമാണ്. മന്ത്രിമാര് രാജാവിന്റെ അടുത്ത് റൗളയിൽ കിടക്കുന്നത് കണ്ടിട്ടില്ല. ഒറ്റക്കെട്ടിൽ 3 ആളുകളാണ്. ഒന്ന് തൗഹീദിന്റെ രാജനാണ്, 2 ഭാഗത്ത് കിടക്കുന്നവര് ആ രാജനായ അള്ളാന്റെ അഷ്റഫിന്റെ മന്ത്രിമാരാണ്. ഈ ഉമ്മത്തിലെ സാബിഖീങ്ങളിലെ ലീഡർമാരാണ്. പിന്നെ അവരുടെ കൂടെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ലക്ഷങ്ങളും സാബിഖീങ്ങളാണ്. അതിൽപ്പെട്ട മഹാനാണ് ശൈഖുനാ വലിയുള്ളാഹി ശംസുൽ ഉലമാ എന്ന് മലയാളക്കര വിശ്വസിക്കുകയാണ്. അതിന് പ്രധാനമായി വേണ്ടത് മാരിഫത്തും ഇസ്തിഖാമത്തുമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഏർവാടിയിൽ പോയി ഒന്നിലധികം കട്ടിയുള്ള മോതിരമിട്ട് ചപ്പടാച്ചിയിൽ ഇരിക്കുന്നവരല്ല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്ത കള്ളന്മാരല്ല. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണ പെണ്ണിന്റെ കൂടെ എല്ലാം ഇരുന്നു കൊണ്ട് അത് തതസുഫായി അഭിരമിക്കുകയും അഭിനയിക്കുകയും ചെയ്ത് ശരീഅത്തിനെ കളഞ്ഞു കുളിക്കുന്നവരല്ല. ഔലിയാക്കൾ മാരിഫത്തിന്റെയും ഇസ്തിഖാമത്തിന്റെയും മഹാന്മാരാണ്. അതുകൊണ്ടാണ് ശൈഖുനാ വലിയുള്ളാഹി ശംസുൽ ഉലമയെ കണ്ടാൽ, അല്ലെങ്കിൽ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തോരെ കണ്ടാൽ പേടിക്കാത്ത ഔലിയാക്കളില്ല, തുണി ശരിയാക്കാത്ത മജ്ദൂബീങ്ങളില്ല, എണീക്കാത്ത മജ്ദൂബീങ്ങളില്ല. ഔലിയാക്കളിൽ പടച്ചവനെ പ്രണയിച്ച് ഭ്രാന്ത് പിടിച്ച ആളുകൾ തക്ലീഫിന്റെ ലോകത്ത് ഇല്ലായിരിക്കാം. അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ദുന്യാവിന്റെ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ബ്രെയിന്റെ ബാലൻസ് പോയാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. ആ ബാലൻസ് പോയവർക്ക് ഭ്രാന്ത് പിടിക്കും. അവരെ ചങ്ങലക്കിടേണ്ടി വരും. അവരെ മജ്നൂൻ എന്നാണ് മുദ്ര കുത്തപ്പെടാറുള്ളത്. എന്നാൽ അവർ തന്നെയും കൃത്യമായ ഹറാമായ കാരണങ്ങളില്ലാതെ പടച്ചവൻ കൊടുത്ത രോഗം കാരണത്താൽ മജ്നൂനീങ്ങളാണെങ്കിൽ അവരും ഹിസാബില്ലാതെ നാളെ സ്വർഗത്തിൽ പോകുന്ന മഹാന്മാർ തന്നെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യോ, ദുനിയാവൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് ഇലാഹിയായ ചിന്തയിൽ ലയിച്ചപ്പോ ലിഖായിന്റെ കാര്യമങ്ങ് ഓർത്തപ്പോ അവരുടെ നിലയങ്ങ് തെറ്റിയതാ. അവര് പറയുന്നത് ശരീഅത്തിന് വിരുദ്ധമായെന്ന് വരാ. അതിന് ബാഹ്യമായ മാന കൊടുത്തുകൊണ്ട് നമ്മള് അവരെ എതിർക്കരുതേ, അവരെ പിന്തുടരാനും പാടില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ അതിന് കൊടുത്ത മറുപടി, യൂസുഫ് നബി അലൈഹിസ്സലാം പെണ്ണുങ്ങളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സലീഖാ ബീവി കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് തനിക്ക് സംഭവിച്ചിട്ടുള്ള അമളി യൂസുഫിന്റെ ഭംഗിയിൽ ആകൃഷ്ടരായാൽ ഏത് പെണ്ണിനും സ്വാഭാവികമായി സംഭവിക്കാനുള്ളതേ ഉള്ളൂ എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്ത സംഭവം ഞാൻ പറയുന്നില്ല. വലിയ സംഭവങ്ങളിലേക്ക് സൂചനയുടെ ചെറിയ വാക്യങ്ങൾ മാത്രമാണ് എന്റെ ഓട്ടപ്രദക്ഷിണത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങുന്ന ഭംഗിയുടെ നിറകൊടുത്തിലേക്ക് കത്തി കയ്യിൽ പിടിച്ച് പഴം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ കൽബങ്ങ് തറച്ചു പോയപ്പോൾ ചിന്ത അങ്ങ് തെറിക്കുകയാ, കത്തി അങ്ങ് പഴത്തിൽ നിന്ന് വഴുതുകയാ, കയ്യങ്ങ് മുറിക്കുകയാ. ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവര് പറഞ്ഞു, ഹാദാ മലക്കോ, ഇത് മനുഷ്യനല്ല മലക്കാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ
സദസ്സാണ്. നമ്മളൊരു വലിയ ആൾക്കൂട്ടം കാണുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരവത്തിന് വന്നവരോ അല്ല. ഇവിടെ വന്ന് എന്തെങ്കിലും തബറുക്ക് അത് കൊടുത്തിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടും സംഘടിപ്പിച്ചിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി വന്നവരാണ്. നിങ്ങളൊക്കെ പരമാവധി സഹായിക്കുക. സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ, സഹായിച്ചവരെ അള്ളാഹു സഹായിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. വിഷയം നന്നായി ശ്രദ്ധിക്കണേ. ഞാനൊരു വയലാക്കി ഇങ്ങനെ പറയാണ്, കാരണം കുറേ പെണ്ണുങ്ങളല്ലേ, അവർക്ക് ക്ലാസ്സാക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ചിന്തിക്കണം, ചിന്തിക്കണം. അകക്കൺ തുറന്നൊന്നീ നോക്കുന്നീ മൂട, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. അകത്തെ കണ്ണ് പൊട്ടാതിരുന്നാ മതി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുസ്തഫ നബിയുടെ റൂമിൽ വന്നപ്പോൾ അവിടെ ജിബീൽ ഇസ്ലാമിനെ കാണുകയാണ്. ചെറിയ കുഞ്ഞനാവുമ്പോഴാണ്. ഹബീബ നബിയോട് പറഞ്ഞു, മുത്തനബിയെ നിങ്ങളെ റൂമിൽ ഞാൻ പ്രകാശരൂപം കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, മോനെ കണ്ടോ, എന്നാ കണ്ണിൻ്റെ കാഴ്ച പോവല്ലോ എന്ന് പറഞ്ഞു. ജിബീൽ ഇസ്ലാമിനെ ആ പ്രകാശം കാണാനുള്ള റെറ്റിനെയൊന്നും സഅദ് ബിൻ അബി വഖാസിന് ഇല്ല. റസൂലുള്ള പിന്നെ സാധാരണ മനുഷ്യനല്ലേ, യഥേഷ്ടം കാണാം, യഥേഷ്ടം സംസാരിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുട്ടി കണ്ടാൽ കണ്ണിൻ്റെ കാഴ്ച പോവല്ലോ മോനെ എന്ന് പറഞ്ഞു. പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോയത് 20-ാമത്തെ വയസ്സിൽ ദർസ് നടത്തുമ്പോഴാണ് 2 കണ്ണിൻ്റെയും കാഴ്ച പോയത്. കാഴ്ച പോയപ്പോൾ ശിഷ്യരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സഅദ് ബിൻ അബി വഖാസ് ചിരിക്കുകയാ. സദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. എന്റെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇൻദഹബ നൂറു ഐനി മാ ദഹബ ബിനൂരി ബസരി ഖൽബി ഇൻ ദഹബല്ലാഹു ബിനൂരി ഐനി. എന്റെ ബാഹ്യമായ കണ്ണിന്റെ വെളിച്ചമായ കാഴ്ചയെ പടച്ചവൻ പോക്കിക്കളഞ്ഞാലും എന്റെ ഉള്ളിലുള്ള കണ്ണിന്റെ കാഴ്ചയെ റബ്ബ് എടുത്തു കളഞ്ഞില്ല. അൽഹംദുലില്ലാഹ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിലേക്ക് തന്നെ ഞാൻ വരാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ അതൊരു സൃഷ്ടിയല്ലേ, അത് പടച്ചവൻ കൊടുത്ത ഒരു ചെറിയ ഭംഗിയല്ലേ. അതിലേക്ക് ഹൃദയം അങ്ങ് ആഞ്ഞു തറച്ച സമയത്ത് പിന്നെ പറയുന്നതൊക്കെ തെറ്റിപ്പോയില്ലേ, ചെയ്യുന്നതും തെറ്റിപ്പോയില്ലേ. എന്നാൽ ഔലിയാക്കളെ റബ്ബിന്റെ ജമാലിലേക്ക് അങ്ങ് തിരിഞ്ഞപ്പോ, കമാലിലേക്ക് അങ്ങ് തിരിഞ്ഞപ്പോ ചിലര് പറഞ്ഞതൊക്കെ അങ്ങ് തെറ്റിപ്പോയി, ചെയ്തതും തെറ്റിപ്പോയി. അവരെ ആക്ഷേപിക്കാൻ പാടില്ല, എന്നാൽ തുടരാനും പാടില്ല, ഹറാമാണ്. അങ്ങനെയാണ് ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മഹാനായ ശൈഖുന വലിയുല്ലാഹി ശംസുൽ ഉലമ ഇങ്ങനെയുള്ള മഹാന്മാരവരെ കണ്ടാൽ കൈപിടിച്ച് മുത്തി ബഹുമാനിക്കുമായിരുന്നു. ഈ മഹാന്മാരെ മുമ്പിൽ അവർക്ക് ഭ്രാന്തില്ല. അതുകൊണ്ടല്ലേ അരിമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട ആരിഫായ ദാക്കിറായ വലിയായ ഔലിയാക്കളിൽ നക്ഷത്രമായി പ്രോജ്വലിച്ചിരുന്ന കീശേരി ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ കീശേരി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദല്ലേ അരിമ്പ്ര മുഹമ്മദ് മുസ്ലിയാർ, ദാക്കിറായ പണ്ഡിതനായ സൂഫിയായ മഹാനാർ. മടവൂരിൽ തന്നെ CM വലിയുള്ളായുടെ ഒരു ഉറൂസിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോ മഹാനവറുകൾ ആമുഖത്തിൽ പറഞ്ഞത്, നമ്മൾ ആദ്യം വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. കാരണം ശംസുൽ ഉലമ മഹാനായ CM വലിയുള്ളാഹിയുടെ ഗുരുവാണ്. അതുകൊണ്ട് ഗുരുവിനോടുള്ള ആദരം കൊണ്ട് ദുആ നടത്തുന്നത് CM വലിയുള്ളാഹിക്ക് പൊരുത്തമായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലോ അതൊരു തിരിച്ചറിവാണ് മോനെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശംസുൽ ഉലമാന്റെ ശിഷ്യന്മാരും മൗലിയാക്കളാണ്, അവരുടെ ഗുരുവര്യന്മാരും മൗലിയാക്കളാണ്. ഔലിയാക്കളാൽ വളർത്തപ്പെടുകയും ഔലിയാക്കളെ വളർത്തുകയും ചെയ്ത ആരിഫാണ് വലിയുള്ളാഹി ശംസുൽ ഉലമാ.
നാം അവരുടെ അരികിൽ വരുമ്പോഴേക്ക് നമുക്ക് സമാധാനമാണ്. ഈ കൊല്ലം ഞാൻ 2 പ്രാവശ്യമാണ് ശൈഖുനാ ശംസുൽ ഉലമയുടെ ദർഗയിൽ വന്നത്. രണ്ടും പ്രധാനപ്പെട്ട 2 ഉദ്ദേശങ്ങൾക്കായിരുന്നു. വല്ലാഹ് എനിക്ക് 2 മുറാദും ഹാസിലായി. അത് വലിയ ഉദ്ദേശങ്ങളായിരുന്നു. അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിൽ തന്നെ മഹാനവറുകളുടെ ഖബറിങ്ങൽ വന്ന് സങ്കടം പറഞ്ഞ് ആവശ്യ പൂർത്തീകരണം നടത്തിയ എത്രയോ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ലൈവിൽ പരിഹസിക്കുന്നവർക്ക് പരിഹാസത്തിന് നട്ടം വന്നു എന്നല്ലാതെ പറഞ്ഞവർക്കും വിശ്വസിക്കുന്നവർക്കും നട്ടമില്ല. അനുഭവങ്ങളെ നിഷേധിക്കാൻ കഴിയൂല. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ അരികിൽ വന്നുകൊണ്ട് കരയുമ്പോൾ ആവശ്യ പൂർത്തീകരണം നടത്തുന്നത് ഖാലിഖായ റബ്ബാണെന്നതിൽ തർക്കമില്ല. പക്ഷെ റബ്ബിന്റെ ഒരു സ്വഭാവം, ഡയറക്റ്റ് അവൻ ഒരു കാര്യവും കൂടുതൽ ചെയ്തു കൊടുക്കാറില്ല. എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത് കാരണങ്ങളിലൂടെയാണ്. ആ കാരണങ്ങളിൽ സാധാരണ കാരണങ്ങളും അസാധാരണ കാരണങ്ങളുമുണ്ട്. സാധാരണ കാരണങ്ങളിൽ പെട്ടതാണ് ഡോക്ടർമാർ, സാധാരണ കാരണങ്ങളിൽ പെട്ടതാണ് ധനാഢ്യന്മാർ, സാധാരണ കാരണങ്ങളിൽ പെട്ടതാണ് ശാസ്ത്രജ്ഞന്മാർ, സാധാരണ കാരണങ്ങളിൽ പെട്ടതാണ് ആരോഗ്യവാന്മാർ. ഇവരിലൂടെയൊക്കെ ബലഹീനരായ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക് ഏത് സഹായം കിട്ടുന്നതും അല്ലാഹു 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 അസ്സലാമു അലൈക അഹ്മദ് യാ മുഹമ്മദ്, അസ്സലാമു അലൈക ത്വാഹ യാ മുമജ്ജദ്, സ്വലവാതി അലാ നബി വ സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. ഒക്കെ നേരം വൈകോ? അതൊക്കെ സമയം ലേറ്റായോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? സമയം ലേറ്റായോ? ലേറ്റായിട്ടില്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ 10 മണിക്ക് അട്ടപ്പാടിയിലാണ് പരിപാടി. അത് കഴിഞ്ഞ് രാത്രി കോട്ടക്കല പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ബ്രേക്ക് ഇടും. വൈകിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിറകിലുള്ള എല്ലാവരും ഒന്ന് എണീറ്റ് എന്നിട്ട് മുന്നേക്ക് കൊണ്ടുവരും. വളരെ പെട്ടെന്ന് നിർത്തും. നമുക്കൊന്ന് മദീനത്ത് പോയി വരും വേണമല്ലോ. അവിടെ ബാക്കിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവർ പിറകിൽ വന്നിരുന്നോളൂ. അങ്ങനെയല്ലേ? ഞാൻ ഒരു നശീദ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ 3 സ്വലാത്ത് എല്ലാവരും ചെല്ലണം. അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. Allah 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 sallallahu ala Muhammad. ഒന്ന് ഉറക്കെ, ഒന്ന് ആരോഗ്യമുള്ള സലാത്തല്ലേ? ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇന്നത്തെ ചന്ദ്രക്കല ദൃശ്യമായതോടെ റബിയുൽ അവ്വലേ കഴിഞ്ഞിട്ടുള്ളൂ, വസന്തം തീർന്നിട്ടില്ല. ഓരോ ശ്വാസവും നബിയാഘോഷമാണ്. അത് റബിയുൽ അവ്വൽ വരുമ്പോൾ നബിദിനം എന്ന് പേരിടലാണ്. അല്ലാതെ റബിയുൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ പ്രകീർത്തന പ്രഭാഷണ പ്രഘോഷണത്തിന്റെ പ്രവാഹത്തിന് ഒരിക്കലും പരിധി ഇല്ല. ഈ
പ്രാപഞ്ചിക പ്രതിഭാസങ്ങളകിലവും മത്സരിച്ചുകൊണ്ട് പ്രകീർത്തനത്തിൽ മുഴങ്ങുകയും പ്രണയിക്കുകയും ചെയ്ത പ്രകാശ പ്രളയമല്ലയോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ദമീ വദമീ മിദാദുൻ ഫീ മദാഇക യാ റസൂലല്ലാഹ്. എന്റെ കണ്ണുനീരും എന്റെ രക്തവും എന്റെ വിയർപ്പും അങ്ങയെ പ്രശംസിക്കുന്ന മഷിത്തുള്ളികളാണ് നബിയേ. എന്തോ ഒരു രസമാണ്. എന്റെ വിഷയം മാറിപ്പോകുമോ എന്ന് പേടിയാണ്. പക്ഷേ കഴിഞ്ഞ 30 ദിവസങ്ങളിൽ പകലും രാത്രിയിലും ഈ മുത്തഅല്ലിം പറഞ്ഞത് പുന്നാരപ്പുമാന്റെ പ്രകീർത്തനമാണ്. റബീഉൽ ആഖിർ ആയപ്പോൾ, അർദ്ധരാത്രി വന്നപ്പോൾ, ശംസൽമയുടെ മഖാമിലായപ്പോൾ അവരുടെ ഖദറെന്ന് പറഞ്ഞു പോയതാണ്. ശംസുലമ ശംസായത്, മഹാനവറുകൾക്കുള്ള ശംസിയത്ത് കിട്ടിയത് പ്രപഞ്ചത്തിന്റെ ശംസിൽ നിന്നാണ്. ഫഇന്നഹു ശംസു ഫളിൻഹും കവകിബുഹാ യുൽഹിറുന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമി മൗലായ സല്ലി വസാ. ഏറ്റവും വലിയ മരുന്നാണ് നമ്മൾ ചൊല്ലുന്നത്. ഇതിന്റെ മേലെ ഒരു മരുന്നില്ല, ഇതിനൊട്ട് സൈഡ് എഫക്റ്റും ഇല്ല, ഇതിനൊട്ട് പൈസയും വേണ്ട, ഇതിനൊട്ട് ടോക്കനും എടുക്കണ്ട. ഇതിന് നിറഞ്ഞ കൽബ്, ഇഷ്ക് തുളമ്പുന്ന സദർ, സ്വലാത്തിന്റെ ഒരു ചുണ്ട്. എന്നാൽ അത്ഭുതങ്ങളുടെ മേച്ചിൽ പുറങ്ങളിലൂടെ സ്വാസ്ഥ്യമായി വിഹരിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തൊരു സുഹൃത്ത്, എന്റെ സ്നേഹനിധിയായ കൂട്ടുകാരൻ അൽ ഹാഫിൽ ഉമർ മുസ്ലിയാരുടെ റൂമില് വിഷമിക്കുന്ന സമയത്ത് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പെങ്ങൾക്ക് ക്യാൻസറാ, എന്റെ ഉമ്മയ്ക്ക് ക്യാൻസറാണ്, എന്റെ ഉമ്മയ്ക്ക് ക്യാൻസറാണ്, എന്റെ ജ്യേഷ്ഠന് 2 കിഡ്നിയും പോയിട്ടുണ്ട്, പെങ്ങളുടെ മകനും ക്യാൻസറാണ്. ഒറ്റ വീട്ടിൽ 2 ക്യാൻസറും 1 കിഡ്നി വീക്കുമുള്ള രോഗിയാണ്. ഇന്നത്തെ കാലം മുമ്പെങ്ങും കാണാത്ത കേൾക്കാത്ത ദുർഘടമായ ദുരവസ്ഥയുടെ ദുരന്തപൂർണമായ സങ്കീർണ ഇരുട്ടിലാണ് നമ്മൾ തപ്പുന്നത്. ഈ സങ്കീർണാവസ്ഥയിൽ നിന്ന് സ്വാസ്ഥ്യമായ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കടക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി. ലോകത്തുള്ള കോടാനക്കോടികൾ അസംഖ്യം ആധാരങ്ങളുമായി രേഖകളുമായി കടന്നു വരുന്ന സമയത്ത് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ പ്രൂഫ്, ഞങ്ങളുടെ ആധാരം, ഞങ്ങളുടെ അസ്ഥിവാരം, ഞങ്ങളുടെ രേഖ അത് അങ്ങയുടെ പ്രഭാമയമായ പ്രശോഭിത മുഖമാണ് നബിയേ. ശംസുലമക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയാൻ പ്രധാനപ്പെട്ട പ്രമാണം മഖ്ദൂമുമാരായിരുന്നു. ആ മഖ്ദൂമുമാരുടെ മഅബരി വൈജ്ഞാനിക ഉദ്യാനത്തിൽ നിന്ന് മലയാളക്കര കേട്ട ഏറ്റവും വലിയ സമ്മാനം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ വരി തന്നെയാണ്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ, ഈമാൻ എന്നതിന്റെ ഡെഫിനിഷൻ അല്ലാഹു ഏകനാണ് എന്നതല്ല. അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ബിൽ ളറൂറ. ശർഹുൽ അഖായിദിൽ കാണാം.
ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞൊക്കെ വിശ്വസിക്കാന്നല്ല, ഓരോന്നിനും ഡെഫിനിഷൻ ഉണ്ട്. പഠിക്കാത്തതുകൊണ്ടാണ് സംഘടന കൂടുന്നത്. അത് സങ്കടമാണ്. ഒരു മഹാന്റെ അടുത്ത് വന്നിട്ട് സഹായിക്കണമെന്ന് പറയുമ്പോഴേക്കും പറഞ്ഞാലാണ് സ്വാമിയാവണത്രേ. എന്നാൽ ആരൊക്കെ സ്വാമിയാവേണ്ടി വരും? സഹാബാക്കൾ അവിടുന്ന് കൊണ്ട് എടുക്കേണ്ടി വരും സ്വാമികളുടെ പട്ടിക. നാണുണ്ടല്ലോ പ്രായം കൂടി സമയത്ത് അത്തും കുത്തും പറയാൻ. ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ പറയേ, എന്നാ നല്ല രൂപത്തിൽ ചിരിച്ചു മരിക്കുക. അല്ലെങ്കിൽ ഓരോ വാക്കിൻ്റെയും സൈഡ് എഫക്റ്റ് ഏറ്റെടുക്കേണ്ടി വരും ദുന്യാവിലും ആഖിറത്തിലും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഫാത്തായി കിടക്കുന്ന ആളോട് ആദ്യം സങ്കടം പറഞ്ഞത് സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖാണ്. യാ റസൂലല്ലാഹ് ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്, റബ്ബിന്റെ അടുത്ത് ഞങ്ങളെ ഓർക്കണേ നബിയേ. വഫാത്തായ മുത്തുനബിയോടാ പറയണത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് ഗസാലി തങ്ങൾക്ക് സക്രാത്തുൽ മൗത്തി വ ശിദ്ദത്തു എന്നുള്ള ഗ്രന്ഥമുണ്ട്, എടുത്ത് നോക്ക്, കാണാം ഞാൻ പറഞ്ഞ ചരിത്രം. അവർക്ക് അറിയുന്നതിനേക്കാളൊന്നും തൗഹീദ് ആരും വിളമ്പാൻ നിൽക്കണ്ട, പ്ലാറ്റ്ഫോമിൽ നിന്ന് തെറിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. എത്ര ആളുകളാ, എത്ര വലിയ വലിയ ആലിമീങ്ങളാ അവിടെ നിന്നിട്ട് സങ്കടം പറയുന്നത്. അവരൊക്കെയാണ് സ്വാമികളാവുക. എത്ര വലിയ നിസ്കാരത്തേമ്പുള്ള കിതാബ് തിരിണ 4 മദ്ഹബിനും ഫത്വ കൊടുക്കുന്ന ആളുകളാ ഇവിടെ വന്നിട്ട് കരയണത്. അവരൊക്കെ അങ്ങോട്ട് സ്വാമികളാവുക. അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ അമ്പലമാവല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ, ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. എന്നിട്ട് ഒരാൾ പറയാണ്, ഞാൻ ഇപ്പോൾ വലിയ പരീക്ഷണത്തിലാണ്, എനിക്ക് വലിയ ടെൻഷൻ വരുമ്പോൾ ഞാൻ കാബത്ത് ഓടലാണ്. എന്തിനാ അങ്ങോട്ട് ഓടണ പോരെയെന്ന് പറഞ്ഞാൽ പോരെ. ഈ പറഞ്ഞ ആൾ തന്നെ പിന്നെ ഒരു മറുപടി തന്നിരുന്നു, എല്ലാം കൂടി ലെവലാക്കിയിട്ട്. ഞാൻ പോകണം, ഞാനാണ്ട് കാബത്ത് നോക്കണം, അവിടെ പോയിട്ട് സങ്കടം പറ. കാബത്ത് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പടച്ചോണ്ടോ? എന്തിനാ പരീന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ദ്വാർക്കാൻ കാബത്തും കൂടുന്നു? പരീന്ന് പറഞ്ഞാൽ പോരെ. ആ കാബത്തിൻ്റെ അടുത്ത് ദ്വാർക്കുമ്പോൾ പരീന്ന് ദ്വാർക്കും പോലെയല്ല അല്ലേ? എന്തേ? കാബ അള്ളാൻ്റെ ഒരു ചിഹ്നാണ്. അത് ശരി, കാബ അള്ളാൻ്റെ ചിഹ്നയാണെങ്കിൽ മുത്തനബി അള്ളാൻ്റെ ചിഹ്നല്ലേ? കാബ അഷ്റഫുൽ ഖൽക്കല്ലല്ലോ, കാബ ആലമുൽ ഖൽക്കല്ലല്ലോ, കാബ ആലിമുൽ അല്ലാമല്ലല്ലോ. കാബ കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്ഥാപനല്ലേ? പിന്നെ നമ്മൾ ബഹുമാനിക്കണേ അള്ളാന്റെ ചിഹ്നമായതുകൊണ്ടാ. അത് കല്ലെങ്കിൽ കല്ല്, കൊല്ലെങ്കിൽ കൊല്ല്, മരെങ്കിൽ മരം. അത് മനുഷ്യനെങ്കിലും ബഹുമാനിച്ചൂടെ? മനുഷ്യനെ ആദരിക്കുമ്പോഴേക്ക് ആരാധന, കാബത്തിനെ ആദരിക്കുമ്പോൾ ആരാധന അല്ലേന്ന്. ഇത് വിരോധാഭാസല്ലേ? കാബത്തിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? ആദരിക്കല്ലേ? അതന്നല്ലേ നബി ഏറ്റവും വലിയ ഖിബല മുഹമ്മദ് മുസ്തഫയാണ്. ഇബാദത്തിന്റെ ഖിബല കഅബയാണ്, മഹബ്ബത്തിന്റെ ഖിബല കഅബയല്ല. അത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ സല്ലി വസാ. ശംസുലുലമയുടെ കാലത്ത് ഒരു നവീനവാദി വന്നുകൊണ്ട് പറഞ്ഞു, ഈ കബറിങ്ങലേക്ക് ഇങ്ങനെ ചുറ്റുഭാഗത്തും ജാറം കെട്ടില് കബറിനെ ആരാധിക്കലാണെന്ന് പറഞ്ഞു. അങ്ങനെ 4 ഭാഗത്തും പടുത്തിട്ട് ഇങ്ങനെ ആ മീസാന് സെൻട്രലാക്കിയിട്ട് 4 ഭാഗത്തും പടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിപ്പൊക്കലുണ്ടല്ലോ, അതതിനെ ആരാധിക്കലാണ്, അതിനുള്ള ഇബാദത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ശംസുൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിൻ്റെ 4 ഭാഗത്തും പൊട്ടി വെക്കണേ തീപ്പെട്ടിക്കൊള്ളിക്കുള്ള ആരാധനല്ലേ? നമ്മൾ പേപ്പറുകളൊക്കെ കൂടി കൊണ്ടുവെക്കും ഓഫീസിൽ. അപ്പോൾ ആ പേപ്പർ നനയാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മറയിട്ടുമ്പോൾ അത് പേപ്പർ പൂജ അല്ലേ? ഇങ്ങനെ മറയിട്ടുമ്പോഴേക്ക് പൂജ ആവല. പിന്നെ അവർക്ക് അതാണ് നേരത്തെ സത്താറ് പറഞ്ഞത്. ശംസുൽ ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ 2ാം മറുപടി 3ാം മറുപടി 7ാം കണ്ണൻ അങ്ങനെ ഉണ്ടാലില്ല. അത് അയിമാണ്ട് ഒതുങ്ങലാണ്. കാരണം ആ മറുപടി ഒരു 1.5 മറുപടി ആയിരിക്കും. കാദ്യാനികളുമായി നേരിടുന്ന സമയത്ത് കോടതിയിൽ നിന്ന് ജഡ്ജി ചോദിച്ചില്ലേ, മുസ്ലിയാരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു മുസ്ലിം അല്ലേ? പിന്നെ നിങ്ങൾ എന്താ കാദിയാനെ കാഫിർ എന്ന് പറയുന്നത്? ശംസുൽ ഒന്നും മിണ്ടിയില്ല, മൗനിയായി. എന്താ പറഞ്ഞേ? ജഡ്ജി ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പറഞ്ഞെടുക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞോ? ഒന്നും കൂടി പറയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞെടുക്കുന്ന ആള് മുസ്ലിമീങ്ങളല്ലേ? കാദിയാനികൾ അത് പറയുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ മുസ്ലിമായോ? 3 വട്ടം പറഞ്ഞില്ലേ? പിന്നെ വാദം ഒന്നുമില്ല, അയിമ തീർന്നൊക്കെ. എന്താണ് ആ ബുദ്ധി? നമ്മളോടാണ് ആ ചോദ്യമെങ്കിൽ
നമ്മൾ കിതാബ് അങ്ങനെ ഉദ്ധരിക്കും, അത് ആ മതബിൽ ആ അഭിപ്രായമുണ്ട്, ഈ മതബിൽ ആ അഭിപ്രായമുണ്ട്, ഇവർക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്. അപ്പോഴേക്ക് ജഡ്ജ് കസേരയിൽ നീച്ചു പോയിട്ടുണ്ടാവും. ഇത് തിരിച്ചിട്ട് ഉരുളൊക്കെ ഉപ്പേരി കൊടുക്കാണ്, പിന്നെ ഇങ്ങോട്ട് മിണ്ടാട്ടില്ല, അതവിടെ സ്റ്റോപ്പാണ്. ഇത് എവിടുന്ന് കിട്ടുന്നതാണ്? ഓതി കിട്ടുന്നത് മാത്രമല്ല, അത് വംശവിശുദ്ധിയിലൂടെ ജനിതക ശാസ്ത്രം വായിച്ചാൽ അറിയും. അതിന് പുറമെ ഔലിയാക്കൾ, ഇവിടെ സാബിഖ്യങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? സൂറത്തുൽ ബഖറയില്, സൂറത്തുൽ വാഖയിൽ സാബിഖ്യങ്ങളെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് ഉലൈകൽ മുഖറബൂൻ. ഖുർആനിലെ ഓരോ വാക്കും ശ്രദ്ധേയമാണ്. എന്താ മുത്തക്കരിബ് എന്ന് പറയാത്തത്? മുത്തക്കരിബ് അള്ളാനായിട്ട് ബന്ധമുള്ളവർ എന്നുള്ളതിന് മുത്തക്കരിബ് എന്ന് പറഞ്ഞാൽ മതി, മുഖറബ് എന്ന് പറയണ്ട. ഉലായിക്കൽ മുത്തക്കരിബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണ് കിട്ടി, അള്ളാനായിട്ട് പ്രത്യേക ബന്ധമുള്ള ആളുകളാണെന്നുള്ള അർത്ഥം കിട്ടി. പറഞ്ഞ അങ്ങനെയല്ല, ഉലായിക്കൽ മുഖറബൂൻ, മുഖറബിന് ഒരു മുഖരിബ് വേണം. ഈ സാബിക്കിന്റെ മർത്തബയിലൊക്കെ പടച്ചവൻ സെലക്ട് ചെയ്തിട്ട് അവൻ അങ്ങോട്ട് തക്രീബ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന ആധ്യാത്മിക സമുന്നത സോപാനമാണ് സാബിഖ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് അള്ളാഹ് അങ്ങോട്ട് തെരഞ്ഞെടുക്കും. വിലായത്ത് സമാർജിത സ്വത്ത് തന്നെയാണ്, നുബുവത്ത് സമാർജിത സ്വത്തല്ല. പക്ഷെ വിലായത്തിനും എല്ലാവർക്കും അധ്വാനിച്ചാൽ യഥേഷ്ടം കിട്ടുന്നതുമല്ല വിലായത്ത്, അത് അങ്ങോട്ട് കൊടുക്കും അല്ലാഹു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ നിർത്തുകയാണ്, ദീർഘമായി പറയുന്നില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ആ വിലായത്തിന്റെ ഉദ്യാനത്തിൽ ഇമാമായിരുന്നു അവരുടെ കാലഘട്ടത്തിൽ വലിയുല്ലാഹി ശംസുൽ ഉലമാ. ഞാൻ അതിന് വലിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ അള്ളാഹു ഏറ്റെടുത്ത മഹാനാകുമ്പോൾ ആ മനുഷ്യന്റെ വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്നതിന് വഴികൾ അള്ളാഹു സംവിധാനിക്കുന്നതാണ്. വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമാ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു അർജന്റ് വിഷയം തീരുമാനമാക്കാനുള്ള വലിയൊരു യോഗവുമൊന്നുമല്ല, ഒരു മീറ്റിംഗ് അല്ല. എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ശംസുൽ ഉലമാ യോഗത്തിന് പോകൽ പതിവുമില്ല. ഇത് സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗ് അല്ല. ആ മീറ്റിംഗ് നടക്കുന്ന ദിവസം മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമാ ഡോക്ടറോട് സമ്മതം തേടിയിട്ടു ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഓഫീസിൽ വരുന്നത് കണ്ടപ്പോൾ പണ്ഡിതന്മാർ അത്ഭുതപ്പെടുകയാണ്. മുഖത്ത് അത്ഭുത ഭാവം തുടിച്ചു നിൽക്കുന്നത് കണ്ട് ശൈഖുനാ ഇടപെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് സമ്മതം തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നതിലല്ലേ നിങ്ങളുടെ അന്താളിപ്പ്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ്. പണ്ഡിതന്മാര് സാഗൂതം ശ്രവിക്കുകയാണ്. ശൈഖുന തുടരുകയാണ്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തിയ പല പണ്ഡിതന്മാരുമുണ്ട്. അസംഖ്യം പണ്ഡിതന്മാർ ബർസഖി വിശ്രമത്തിലാ. നമ്മൾ യോഗങ്ങളിൽ പലപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം യോഗം കൂട്ടാറില്ല. ഒരുമിച്ച് കൂടുന്ന ചില സമയത്തൊക്കെ അവർക്ക് വേണ്ടി ദുആ നടത്താറുണ്ട്, പക്ഷെ ദുആക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരുമിച്ച് കൂടാറില്ല. എന്റെ ഹൃദയത്തിൽ പടച്ചവൻ തെളിയിച്ചൊരു ചിന്തയാണ്, സമസ്തക്ക് വേണ്ടി പണിപ്പെട്ട് അധ്വാനിച്ച് കബറിൽ കിടക്കുന്ന പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും അവർക്കൊക്കെ വേണ്ടി ദുആ നടത്താൻ മാത്രമായി നമുക്കൊരു ദിനം പ്രഖ്യാപിക്കണേ. അതിന് പ്രാർത്ഥനാ ദിനം എന്ന് പേരിടാ. സദസ്സിലുള്ള മുഴുവൻ മഹാന്മാരായ അന്നത്തെ പണ്ഡിതന്മാരും തക്ബീർ ചൊല്ലിയത് സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിൽ വെച്ച് തീരുമാനമുറപ്പിക്കുകയാ. ശംസുൽ ഉലമ തിരിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ്. 1996 വരെ സമസ്ത രൂപീകൃതമായതിനു ശേഷം ഇങ്ങനൊരു ചിന്ത ഒരുപാട് ഔലിയാക്കൾ സമസ്തയിൽ ഉണ്ടായിട്ടുണ്ട്, സൂഫിയാക്കൾ മുശാവറയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊന്നും ചിന്തയിൽ ഇങ്ങനെ ഒരു ചിന്ത അള്ളാഹു വരുത്തിയില്ല.
അത് 1996 മഹാനായ ആരിഫായ ശംസുലയുടെ ഹൃദയത്തിലാണ് ജനിപ്പിച്ചത്. യോഗമങ്ങ് ഏറ്റെടുത്ത് പാസാക്കി ശൈഖുന ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. ആ പ്രാർത്ഥനാ ദിനം പിന്നീട് കടന്നു വരുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സെപ്റ്റംബർ 6 തീയതിയാണ്. പഴച്ചോ എന്നറിയില്ല, മുമ്പ് വായിച്ചൊരു ഓർമ്മയാണ്. ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അറിയാതെ വന്നു പോയതാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ പ്രാർത്ഥനാ ദിവസം വന്നപ്പോ കേരളത്തിന്റെ ഉള്ളിലും പുറത്തും ഗൾഫ് നാടുകളിലും ദ്വീപ് നാടുകളിലുമുള്ള ഒരുപാട് മദ്രസകളില്ലേ, ആയിരങ്ങളായ മദ്രസകളില്ലേ, അതിൽ പഠിക്കുന്ന ലക്ഷങ്ങളായ വിദ്യാർത്ഥികളില്ലേ, 10,000-ങ്ങളായ അധ്യാപകരില്ലേ, 100-കണക്കിന് പള്ളി ദർസുകളിലെ 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് മുതഅല്ലിമീങ്ങളില്ലേ, 10,000-കണക്കിന് മുദരിസുമാരില്ലേ, 1000-ങ്ങളായ മുഫത്തിസുമാരില്ലേ, ലക്ഷങ്ങളായ മുഅല്ലിമീങ്ങളില്ലേ. അത് ഇന്ത്യയുടെ ഉള്ളിലും പുറത്തുമില്ലേ, കരയിലും കടലിലുമില്ലേ. ആദ്യത്തെ പ്രാർത്ഥനാ ദിവസം ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്ന് ഒരാളുടെ പേര് പറഞ്ഞ് നിയന്ത്രണം വിട്ടുകൊണ്ട് സൂഫിയാക്കൾ കരഞ്ഞില്ലേ. അത് വലിയുള്ളായി ശംസുൽ ഉലമക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ എന്ന് പറയുമ്പോഴാണ്. കാരണം ഇത് തീരുമാനമെടുത്ത് കൃത്യം 17 ദിവസമാകുമ്പോൾ ശൈഖുന വിട പറയുകയാണ്. എന്താണത് അർത്ഥമാക്കുന്നത്? ഈ കൊല്ലത്തെ ആ പ്രാർത്ഥനാ ദിവസം അടുത്ത ഞായറാഴ്ചയാണല്ലേ? അത് നന്നായി, അടുത്ത ഞായറാഴ്ചയാണ്. എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെന്താ അർത്ഥമാക്കുന്നത്? അപ്പോൾ വഫാത്താണതിന് മുമ്പ് ദ്വാരക്കാളൊരൊക്കെ സെറ്റാക്കി നിർത്തി. സുബ്ഹാനല്ലാഹ്, ദ്വാരക്കാൾ എല്ലാവരും ലോകത്തിന്റെ മുമ്പിൽ, മക്കളെ മാത്രമല്ല, കുടുംബത്തെ മാത്രമല്ല, മഹല്ലുകാരെ മാത്രമല്ല, നന്ദി ദാറുസലാമിലെ ആലിമീങ്ങൾ മാത്രമല്ല, ലോകത്തെ മുഴുവനും ലക്ഷങ്ങളായ മുഹിബീങ്ങളായ മുഅ്മിനീങ്ങളെ മരിച്ചാൽ ദ്വാരക്കാൻ അങ്ങോട്ട് സെറ്റാക്കി നിർത്തി. പിന്നെ ഇനി മരിച്ചു കിടക്കുന്ന സ്ഥലമല്ലേ, അതും സെറ്റാക്കി. അസരി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ലേ ഇവിടെ കിടക്കുന്നത്, നന്ദി ദാറുസലാമിന്റെ തിരുമുറ്റത്ത് കിടക്കുകയായിരുന്നെങ്കിൽ ആ വരുമാനം മതി നന്ദിക്ക്. കുടുംബത്തിന്റെ മുറ്റത്ത് കിടക്കുകയാണെങ്കിൽ വേറെ എങ്ങോട്ടും പോണ്ട, അവിടെ ഒന്നാറ്റ് ജനബാഹുല്യാവൂലേ. പക്ഷേ ശൈഖുന വലിയുള്ളാഹി ശംസുൽ ഉലമ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന അസ്ഹരി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, വരക്കൽ മക്കാമിന്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങൾ നമുക്ക് വാങ്ങണോ? എനിക്ക് വരക്കൽ ഉപ്പാപ്പാന്റെ അരികിലൊന്ന് കിടക്കണം തങ്ങളെ, നിങ്ങൾ ഇടപെടണേ തങ്ങളെ. സമാദരണീയനായ സയ്യിദ് അസ്ഹരി തങ്ങൾ ഇടപെടുകയാണ്. ഈ പറമ്പൊക്കെ സമസ്തക്ക് വേണ്ടി കിട്ടുകയാണ്. ശൈഖുന വലിയുള്ളാഹി ശംസുൽ ഉലമ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന് വയറ്റത്ത് കുത്തു കിട്ടിയിട്ട് വയറ് മുഴുവനും ദ്വാരമായിട്ട് അതാ വായിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന പാല് തുള്ളി തുള്ളിയായി കുടലിലൂടെ വാരിൽ വന്ന ഓട്ടയിലൂടെ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് ഈത്തപ്പഴം ചവക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. മരണത്തെ മുഖാമുഖം കണ്ട് ചക്രശ്വാസം വലിക്കുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കിസ്റാവിറക്കു കൈസറും പനിക്കുന്നതാണ്, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. വീരാവില്ലാളി വീരാരണ കേസരി ഉമർ ഇബ്നുൽ ഖത്താബ് പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാനെ വിളിച്ച് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാ, ഉമ്മ ആയിഷ ബീവിയുടെ അരികിലേക്ക് ഓടുമോനെ,
പാവപ്പെട്ട ഫക്കീറായ ഉമർ ഒരു യാചന നടത്തുകയാണ്. ആയിഷ ഉമ്മയ്ക്ക് മുത്തുനബിയുടെ അരികിലായി കിടക്കാൻ ഒരു ഭൂമിയുടെ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ കുത്തുകൊണ്ടിട്ട് വായിലൂടെ ഒഴിക്കുന്ന വെള്ളം കൊടലിലൂടെ പുറത്തു ചാടുന്ന ഫക്കീറായ ഉമറിന് വിട്ടുതരാൻ പറ്റുമോ എന്നൊന്ന് യാചിക്കണേ അബ്ദുല്ലാ. ഞാൻ ദുനിയാവിനോട് പിരിയുകയാണ്, എനിക്ക് മുത്തു മുസ്തഫാന്റെ തലക്കരികൾ കിടക്കണം മോനെ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്ത് കിട്ടിയിട്ട് പ്രതിസന്ധി ഘട്ടത്തിലാണ്, സന്നിധ് ഘട്ടത്തിലാണെന്നറിഞ്ഞ് ആയിഷ ഉമ്മ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബ്ദുല്ലാഹിബ്നു ഉമർ കയറി വന്നുകൊണ്ട് ചോദിക്കുന്നത്, ഏറും മോറും ഒക്കുക എന്ന് പറഞ്ഞതുപോലെ സാഹചര്യം ഒത്തുവന്നതിനാൽ പിന്നീട് തർക്കിച്ചില്ല. മുസ്തഫ നബിയുടെ അരികിൽ കിടക്കാൻ ആയിഷ ഉമ്മയ്ക്കുള്ള ആഗ്രഹം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കാരണം ആയിഷ ഉമ്മയല്ലേ പറഞ്ഞത്, ഖുബില റസൂലുള്ളാഹ് ഫീ ബൈതി വഫീ യൗമി വബൈന നഹരി വജമഅ അല്ലാഹു ബൈന റീഖി വരീഖിഹി എന്ന് ലോകത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുത്തു മുസ്തഫാന്റെ പവിത്ര ചാരത്ത് കിടക്കാനുള്ള ആഗ്രഹം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷെ കുത്തുകൊണ്ടിട്ട് വായിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന പാല് തുള്ളികളായി കൊടലിലൂടെ പുറത്തു ചാടുന്ന അവസ്ഥയില് ഉമർ പറഞ്ഞേച്ച യാചന തിരസ്കരിച്ചില്ല, അവഗണിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന് വിട്ടുകൊടുത്തതുപോലെ മഹാനായ വലിയുല്ലാഹി ശംസുൽ ഉലമാ വഫാത്തിന്റെ കുറച്ചു മുമ്പായി ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളോട് ആവശ്യം ഉന്നയിക്കുകയോ വരക്കലുപ്പാപ്പാന്റെ ചാരത്ത് കിടക്കാനുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന്റെ സംവിധാനങ്ങൾ ഒരുക്കുകയോ ഇന്ന് മഹാനായ അൽ ആരിഫു ബില്ലാഹ് ബാനി ജംഇയ്യത്തുൽ ഉലമാ വരക്കലുപ്പാപ്പാന്റെ അരികില് ആ മഹാനായ പണ്ഡിത ജ്യോതി വിശ്രമിക്കുകയല്ലേ. ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ വന്ന് ഫാത്തിഹ യാസീൻ ഹദിയയല്ലേ. വരക്കലുപ്പാപ്പാന്റെ അരികിലേക്ക് മാത്രം വരാൻ ആഗ്രഹിച്ചവർ തന്നെയും സമയമില്ലെങ്കിലോ ശൈഖുനാന്റെ അരികിൽ വന്ന് ദുആ നടത്തുകയല്ലേ. ഭാഗ്യമല്ലേ. ആരെങ്കിലും ഒന്ന് വരക്കൽ ഉപ്പാപ്പാന്റെ അരികിലേക്ക് പോവാൻ നിയത്ത് ചെയ്തു, ഈ മക്കാമിൽ വന്നു എന്ന് കൂട്ടട്ടെ, തീർച്ചയായിട്ടും അവരുടെ കാലൊന്ന് ഇങ്ങോട്ടും തെറ്റുന്നതാണ്. ഒരു പക്ഷേ അതിനും കൂടെയായിരിക്കാം ശൈഖുന വലിയുല്ലാഹി ശംസുൽ ഉലമാ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. വരക്കലുപ്പാപ്പാന്റെ അരികിലേക്ക് വരുന്നവരുടെ എന്തുവാ എനിക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ എന്റെ അരികിലേക്ക് വരുന്നവരിൽ പലരും വരക്കലുപ്പാപ്പാന്റെ അരികിലേക്ക് പോകുമല്ലോ, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മുകളിൽ അയൽവാസിയെ നല്ലതായി നോക്കി വീട് കെട്ടുന്നവരില്ലേ, അത് മണ്ണിന്റെ അടിയിലും ബാധകമാണ്. من أراد أن يموت بالمدينة فليمت لأني أشفع لمن مات بها. ആരെങ്കിലും മദീനയിൽ വന്ന് മരിക്കുവോളം ജീവിച്ച് ഇവിടെ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ പരിസരത്ത് മരിക്കാൻ കൊതിക്കുന്നവരിങ്ങോട്ട് വന്നോ, എന്റെ സ്പെഷ്യലായ ശുപാർശയുണ്ട് എന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ആശിഖ്യങ്ങള് തന്റെ മാറിടത്തിലേക്ക് ഇഷ്കിന്റെ നഗരിയിലേക്ക് മാടി വിളിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സുറുല്ലാരിഖൽ മുസ്തഫ വഹസിദ് ഇഖാമതം ബിഹി സുർതഖ മിൻ സാവിയന ഖൽബിക സിൽസാല സാൽ താഹ ഖൽബി മുദ് അതൈതു വാദിയൻ കാഫമാ തബഅം വിദാദി തോഹ താലിയല്ലി താലി താൽ മുത്തലി
തിളങ്ങിടും റൗള അതിൽ നീ പാർക്കേ മങ്ങി മുങ്ങാത്തെ മനസ്സാൽ മാഹിയോരെ പാക്ക് നഖാത്താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാറ് ജാലകെ തീലായി ഇലാ ഇലാഹ ഇല്ലല്ലാഹു. ഈ ഇസ്മിലാണ് നമുക്ക് പോവാനുള്ളത്. ഈ ഇസ്മാണ് ഷംസുൽമന്റെ ശ്വാസം പോലും ഈ ഇസ്മായിരുന്നു. ഇതെങ്ങനെയാണെങ്കിലും ദിക്റായി മാറും, എങ്ങനെയാണെങ്കിലും ദിക്റായി മാറും. ഇപ്പം അള്ളാന്നാണ്ട് എഴുതി ആ ഒരു ദിക്റാണ്. അവിടെ 2 ലാമിൽ ഒരു ലാമാണ്ട് കളഞ്ഞു നോക്കാണ് ഇലാഹ് എന്നായി, അതും ദിക്റാണ്. ഇനി അതിൻ്റെ അലിഫ് കളഞ്ഞു നോക്കൂ, ലഹു, അതും ദിക്റാണ്. ലഹുൽ മുൽക്കു ദിക്റാണ്. ഞാൻ അതിൻ്റെ ലാമ കളഞ്ഞു നോക്കൂ, ഹു, അതും ദിക്റാണ്. യാഹൂ തങ്ങൾ എന്നുള്ളൊരു തങ്ങൾ തന്നെ ഉണ്ട്, അവരെ ദിക്ർ ഹു എന്നുള്ളതായിരുന്നു. ഹു കളിയാക്കേണ്ട ദിക്റാണ്. ഹു ഹാ മഹ്റജ് ഉള്ളിലാണ്, വാ പുറത്താണ്. കാരണം ലാഹിറും ബാത്തിനും അല്ല എന്നാണ് പറയണത്. അതാണ് വല്ലവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ എന്ന് പറഞ്ഞില്ലേ. ചില ആളുകൾക്ക് അള്ളാനെ പ്രണയിച്ചിട്ട് അള്ളാന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. അപ്പോൾ ഹു 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 പെണ്ണിനാണ്ട് തലയെ കയറ്റിയിട്ട് പേര് പറയാൻ കഴിയാതെ ഓള് 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 എന്ന് പറഞ്ഞ് നടക്കണവരെ കണ്ടിട്ടില്ലേ? അത് ഇങ്ങോട്ടും ബാധകാണേ, അത് ഇങ്ങോട്ടും ബാധകാ. പെണ്ണിനാണ്ട് തലയെ കയറ്റിയിട്ട് പേരൊന്നും പറയാൻ കഴിയില്ല, ഓള് ഓള്. അങ്ങനെ കിതാബിലുണ്ട് പല ആൾക്കാർ ചരിത്രം. ഇപ്പം അങ്ങോട്ട് പോകണ്ടില്ല, ഷെയ്ഖുനാൻ്റെ അടുത്തായതുകൊണ്ട് പരമാവധി ഞാൻ ആളുകൾക്ക് ഉറക്കം വരുമ്പോൾ ഫലപ്രദമായ ഫലിതം പറയുന്ന ആളാണ്. ഇന്ന് ഒരു ഫലിതം പറഞ്ഞിട്ടില്ല, ഇന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്ന് അവിടെ വലിയൊരു ജനബാഹുല്യൊട്ടില്ലേനു. എനിക്കത് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നതിനേക്കാളും സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങോട്ട് ഒരാളും കാണാൻ വന്നതല്ല, ഞാൻ അവിടുത്തെ പൊരുത്തത്തിന് വന്നതാണ്, വേറെ ഒന്നിനും വന്നതല്ല. അവിടുന്ന് എന്നെ വിളിച്ചു വരുത്തിയതാണ്. അതിൻ്റെ വിശദാംശം ഞാൻ പറയണില്ല, അതെൻ്റെ ഒരു സ്വകാര്യ അനുഭൂതിയാണ്. ഞാൻ പറയണില്ല. ഈ ഇരുത്തണ്ടല്ലോ, ഇത് നാളെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് നിമിത്തമാവണം. അള്ളാഹു ആക്കിത്തേറ്റെ, അവരെ കൂടെ സ്വർഗത്ത് പോകാൻ കാരണമാവണം. അള്ളാഹു അങ്ങനെ ആക്കിത്തേറ്റെ. സാബിക്കങ്ങളാണ്ട് പോകുമ്പോൾ നമുക്കൊരു കുളത്ത് തരും, ഫാത്തിഹൻ്റെ ഒരു കുളത്ത്. വാദനില്ലാഹു അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മത്തി 70,000 വമഅ കുല്ലി അൽഫിൻ 70,000. എൻ്റെ ഉമ്മത്തിൽ 70,000. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ചില മഹാന്മാർ പറയണേ 70,000 എന്നുള്ളത് അതതിൻ്റെ കറക്റ്റായ രീതിയല്ല, പെരുപ്പിച്ച് പറയാൻ അന്നത്തെ ഒരു ഉപയോഗമായിരുന്നു എന്നാ. നമ്മൾ 900 എന്നൊക്കെ പറയും പോലെ 70,000 ഒരുപാട് ആൾക്കാർ എന്നുള്ള അർത്ഥമാണ്. അത് 100 ആളെ കൊന്നെന്ന് അവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു വിശദീകരണം ഉണ്ട്. 100 ആളെ കൊന്നെന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രം ഉണ്ടല്ലോ. 100 ആളെ എന്ന അർത്ഥത്തിലല്ല, ഒരുപാട് ആൾക്കാരെ കൊന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നലല്ലോ. ഒരു 2-3 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ കുട്ടി വാള കഴിഞ്ഞപ്പോൾ കൈയൊന്ന് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് കണ്ണ് കണ്ടവരൊക്കെ കൊല്ലാൻ തോന്നുകയാണ്. ഒരു സോക്കട്. ഇപ്പം 2-3 ദിവസം മുമ്പ് ഞാൻ 1-2 പ്രസംഗത്തിലേ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. 2-3 ദിവസം മുമ്പ് ഞാൻ ഒരു ഇഷ്കുർ റസൂൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വരുമ്പോൾ ഒരു 20കാരൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് കണ്ണ് കണ്ടവരൊക്കെ കൊല്ലാൻ തോന്നുകയാണ്. അപ്പം ഞാനാകെ പേടിച്ചു. ഞാൻ ഓനെന്നിങ്ങനെ അടിമുടി നോക്കി, കാരണം ചിലപ്പോൾ എനിക്ക് കണ്ടായാലോ. അപ്പോൾ അത് ആ കണ്ണ് കണ്ടവരപ്പോൾ ഇനിയും കണ്ണ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളൊന്ന് കൊളർത്തിട്ട് വേണമല്ലോ സംസാരിക്കാൻ. ചിലതൊക്കെ അങ്ങനെയല്ലേ. ഞാൻ ഒരിക്കലും ഒരു നിക്കായിനൊരു സ്ഥലത്ത് ഇരുന്നു. ഇരിക്കണ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഈ പെണ്ണിനെ 4ാമത്തെ തവണ നിക്കാഹ് നടത്തണേ. അതിലെനിക്ക് ബേജാറായി. ഞാൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചാൽ, ആ പെണ്ണിനെ ആരെ കെട്ടിയാലും കെട്ടിയവരൊക്കെ മരിക്കണേ പറഞ്ഞു. അപ്പം ഞാൻ നിക്കാഹിന് ഇരിക്കണതിന് മുമ്പ് ഒരാളോട് വെച്ച്, അതവിടെ ഇരിക്കട്ടെ, നിക്കാഹ് ചെയ്തു കൊടുത്ത ആൾക്കാരെ കഥ എന്താണെന്ന് വെച്ച്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, ആദ്യം നിക്കാഹ് ചെയ്ത് കൊടുത്ത കാലിയരാണ് കോമൂലിയർ, അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇരുന്നോളി എന്ന് പറഞ്ഞു. ചിലതൊക്കെ നമ്മൾ കൊളർത്തിട്ട് വേണം ഇരിക്കാനേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവനൊന്ന് അടിമുടി നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എവിടുന്നായിരുന്നേ? ഞാൻ എറണാകുളത്താണ് പണി, അവിടെ എല്ലാവരും കൊല്ലാൻ തോന്നിയപ്പോൾ അമ്മായിക്കാക്ക എന്നെ പിടിച്ചുകൊണ്ട് നിങ്ങളെ മജ്ലിസ് കൊടുന്നാണ്. ഞാൻ അവൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ നിങ്ങൾ ഇവന് സിനിമൻ്റെയും കോമഡിൻ്റെയും നാടകത്തിൻ്റെയും കാർട്ടൂൻ്റെ ഒക്കെ ആളാണ്. അതാണ് നമ്മളെ കൊറോണ കാലത്ത് ഇവന് പണി ഇതിൻ്റെ റിയാദ വീട്ടിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിരന്തരം കാണുമ്പോൾ കാണുന്ന കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി, പഠിച്ചോളി.
കാണുന്നവരൊക്കെ ഒന്ന് തലയെ കയറ്റുന്നത് നല്ലതാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ റെറ്റിനയിലൂടെ ഹൈപ്പോ തലാമസ് കയറിയാൽ ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ പിന്നെ അഭിനയിച്ചതൊക്കെ നടപ്പിലാക്കണം എന്നുള്ള ചിന്തയാണ് ഇക്കാരം. ഇപ്പം 3 സിനിമയിൽ അഭിനയിച്ച ആളാണ്. അപ്പവന് തോന്നുന്നു നടപ്പിലാക്കണം എന്ന്. അതാണ് ഞാൻ അവനെ ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു 10 മിനിറ്റ് ഹബീബ നബിയുടെ മദ്ഹ്, അതെന്നെ ഇവനെപ്പോലെയുള്ള ചെറുപ്പക്കാരെ എത്രയാണ് മുസ്തഫ നബി സ്നേഹിച്ചത് എന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം ചാടി. ഒരു സലാത്തും ചെല്ലാൻ കൊടുത്ത്, ഒരു സൂറത്തും ആദാൻ കൊടുത്ത്, അലന്നസർ സൂറത്ത്. പിന്നെ ഓൻ്റെ അമ്മ വിളിച്ചിട്ട് കരയാണ്, ഉസ്താദെ എങ്ങനെയാണ് നിങ്ങൾക്ക് നന്ദി പറയാമെന്ന് അറിയില്ല. ഞാൻ പറയും പടച്ചോനാ പറയേണ്ടത്, കാരണം ആളെന്നെ അങ്ങോട്ട് മാറിക്കണം. ഇപ്പം സൈലൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പം പഴയ പണിയൊന്നുമില്ല, ഇപ്പം ആള് സൈലൻ്റ് ആണ് എന്ന് പറഞ്ഞു. അള്ളാഹു തആല പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ എല്ലാത്തിനും മരുന്നാണ്. ഹുബ്ബുന്നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇന്നല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് സുദീ, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലി സലാം സമർപ്പിച്ച് ഹൃദയം മദീനയിൽ കൊളുത്തുവെച്ച് ശൈഖുനാ ശംസുൽ ഉലമയുടെ കൂടെ ഹൃദയം കൊണ്ട് സഞ്ചരിച്ച് വരക്കൽ ഉപ്പാപ്പാന്റെ കാൽക്കൽ വീണ് ഹൃദയം കൊണ്ടൊന്ന് മുത്തി ലഘുവായ പ്രാർത്ഥനയോട് പവിത്രമായ സദസ്സിനോട് വിടാ. ഹൃദയങ്ങൾ കോരിത്തരിക്കേണ്ടത് മുസ്തഫ നബിയുടെ നാമത്തിലാണ്. റൂഹുകൾ ചിറകിട്ടടിക്കേണ്ടത് സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. കണ്ണുകൾ ഒഴുകേണ്ടത് അവിടത്തെ കഥനക്കഥകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോഴാണ്. നെഞ്ചി പിടക്കേണ്ടത് അവിടത്തെ പടയോട്ടത്തിന്റെ അധ്യായങ്ങളിലാണ്. ഒരേ സമയം ഒരു മനുഷ്യൻ ത്വായിഫിന്റെ മരുഭൂമിയിൽ ഏറുകൊണ്ട് 5 കിലോമീറ്ററോളം നിര്യാണി പൊളിഞ്ഞ് രക്തം പമ്പ് ചെയ്ത് ഒഴുകുമ്പോൾ അതേ മനുഷ്യൻ തന്നെ 7 ആകാശത്തിന്റെ മുകളിൽ അർശുകാരനായി, അർശിന്റെ വിരുന്നുകാരനായി, സിദറത്തുൽ മുന്തഹായുടെ വിരുന്നുകാരനായി, കാബ കൗസൈന്റെ വിരുന്നുകാരനായി. ഇത് രണ്ടും കൂടിയ നിന്റെ പേരാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുമാണിക്യമാം മുല്ലപ്പൂമണമാം മുനീറോരേ, മുന്നിൽ കാണാൻ ഞാൻ ആശിച്ചു ഏറെ. റൂള കണ്ടിടുവാൻ റവാൽ പോയിടുവാൻ കൊതിയേറെ. റൂള കണ്ടിടുവാൻ റവാൽ പോയിടുവാൻ കൊതിയേറെ. റൂള കാണാനും റൂഹിനാൽ പോവാനും കൊതിയാണ്. പാപ്പമായുസ് പാറ പോൽ മനസ്, അതിനാലേ പാതയെല്ലാം പിഴയ്ക്കുന്ന പോലെ, പാതയെല്ലാം പിഴയ്ക്കുന്ന പോലെ. പാത മുഴുവനും ബടക്കാണ്, ആയുസ് മുഴുവനും ദോഷപങ്കിലമാണ്. അതുകൊണ്ട് ആഗ്രഹത്തിൽ പാത പതറുന്നത് പോലെ അല്ലാഹുവേ സ്വലാത്ത് സലാമുകളുടെ ബർക്കത്ത് കൊണ്ട് സയ്യാത്ത് മുഴുവനും ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. ഈ മഖാമിൽ നിന്ന് ഹൃദയം കൊണ്ട് വിട പറയാൻ കഴിയില്ല.
പ്രയാസമുള്ള സമയത്ത് ഭാരം ഇറക്കി വെക്കുന്ന അത്താണ് എത്രേ വരക്കൽ മഖാമേ. അതിന്റെ തറവാട് മദീനയാണെങ്കിൽ അതിന്റെ ബ്രാഞ്ചിൽ ഒന്ന് വരക്കൽ മഖാമാണ്, മറ്റൊന്ന് മമ്പുറമാണ്. അത് കണ്ണിയത്തോര് കിടക്കുന്ന സ്ഥലവുമാണ്, അത് മർക്കാലയുടെ ഇടവുമാണ്. അങ്ങനെ നീളുന്ന ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതിൽ പ്രതീക്ഷയുള്ള അവലംബമുള്ള ബ്രാഞ്ചാണ് വരക്കൽ മഖാം. ത്വരീഖത്തിന്റെ ശൈഖന്മാരാണ് ഇവിടെ കിടക്കുന്നത്. തസൗഫിന്റെ ചരിത്ര ഭൂമികളിൽ കൊടിനാട്ടിയവരാണ് ഇവിടെ കിടക്കുന്നത്. ഇബാദത്ത് കൊണ്ട് പാതിരാവിനെ പകലാക്കിയിരുന്ന ഔലിയാക്കളാണ് ഇതിൽ അന്തി ഉറങ്ങുന്നത്. അവരുടെ അരികിൽ വന്നുകൊണ്ടൊരു സലാം പറയുമ്പോൾ ആത്മാവ് നൃത്തമാടുകയാണ്. ആവശ്യ പൂർത്തീകരണം സർവശക്തൻ നടപ്പിലാക്കി തരുകയാണ്. എത്ര ആളുകൾക്കാണ് രോഗങ്ങൾ മാറുന്നത്, മാറാവ്യാധികൾ തീരുന്നത്, കടങ്ങൾ വീടുന്നത്. അല്ലാ, ഈ സദസ്സിൽ പങ്കെടുത്ത പലരും രോഗികളാണ്, ശിഫയാക്കണേ അല്ലാ. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ശിഫ നൽകണേ റബ്ബേ. സദസ്സിനോട് വിടവാങ്ങുമ്പോൾ ഒരാള് പോലും ഉറങ്ങാതെ ഈ മുത്തഅല്ലിമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മദ്ഹിന്റെ ഇഷ്കിന്റെ ഉദ്യാനത്തിൽ നിന്ന് വിരാമം കുറിക്കുമ്പോൾ, അവസാനമായി എനിക്ക് എന്റെ ശരീരത്തോട് പ്രഥമമായി ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെയും കേൾപ്പിക്കാനുള്ളത്, നമുക്കൊക്കെ വരവിന്റെയും പറച്ചിലിന്റെയും കൂടലിന്റെയും സംഘാടനത്തിന്റെയും ലക്ഷ്യം ലാസ്റ്റ് ശ്വാസമൊന്ന് കലിമയിൽ അവസാനിക്കാനാണ്. ലോകത്ത് അത്ഭുതകരമായി അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടിയ കറാമത്താണ്. പള്ളിയിൽ നിന്ന് ബാങ്കുലി കൊടുക്കുന്ന സമയത്ത് മുഅദ്ദിന്റെ ബാങ്കിന് ജവാബ് കൊടുത്തുകൊണ്ട് ബാങ്ക് കഴിയേണ്ട താമസം മുഅദ്ദിന്റെ അതരങ്ങളിൽ നിന്ന് അടർന്നു വീണ കലിമക്ക് അതേപടി അതരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് ജവാബ് കൊടുത്ത് പടച്ചവന്റെ അനന്ത വിഹായസിലേക്ക് പരലോക പൗരത്വം സ്വീകരിച്ച് പാറിപ്പറക്കാൻ ചരിത്രം എണ്ണിയാൽ അങ്കുലി പരിമിതമായ ഔലിയാക്കൾക്ക് പടച്ചവൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വലിയ മഹാനല്ലേ വലിയുല്ലാഹി ശംസുൽ ഉലമാ. നമുക്കും വഫാത്തിന്റെ സമയത്ത് കലിമ ചൊല്ലണ്ടേ ഉമ്മമാരെ? പലപ്പോഴും പലരും ആവർത്തിച്ചുകൊണ്ട് തൽക്കീന് കേട്ടിട്ടും ചൊല്ലാൻ കഴിയാതെ തൊണ്ട ഇടറിയിട്ട് മുഖം വികൃതമായി പിന്നിലൂടെ കാഷ്ടവും മുമ്പിലൂടെ മൂത്രവും വന്ന് മരിച്ചു പോകുന്നവരില്ലേ? മയ്യത്ത് കണ്ടവർ പേടിച്ച് പനിക്കുകയല്ലേ? ചിലര് പറയുന്നത് സ്വകാര്യമായിട്ട് മുഖമാകെ കറുത്ത് കരിവാളിച്ചിരിക്കുന്നു എന്നല്ലേ? എന്നാൽ ചില ആളുകൾ മരിക്കുന്ന സമയത്ത് തൽക്കീൻ ചൊല്ലിക്കൊടുക്കണ്ട, ഉച്ചൈസ്തരം തൽക്കീൻ മുഴക്കുകയാ. അവരുടെ കളറങ്ങ് കൂടിയിട്ട് പ്രഭാമയമായ മുഖത്തോടെ മയ്യത്തായി കിടക്കുന്നത് കണ്ട് പലരും പറയുകയില്ലേ, എന്തോ ഒരു ലൈറ്റാണ് അല്ലേ, ചുണ്ടിൽ പുഞ്ചിരിയാണ് അല്ലേ, ജീവിതത്തിന്റെ അധ്വാനമാണ് ഉമ്മ. അതുകൊണ്ട് ഹറാമിൽ നിന്ന് രക്ഷപ്പെടണേ, കണ്ണിനെ സൂക്ഷിക്കണേ, നാവ് കൊണ്ട് ഗീബത്ത് പറയില്ലേ, അത് സോഷ്യൽ മീഡിയയിലും അരുതേ, അത് പണ്ഡിതന്മാർക്കെതിരിൽ അരുതേ, സാദാത്യങ്ങൾക്കെതിരിൽ അരുതേ, ആഖിബത്ത് ചീഞ്ഞു പോകുമേ. സിനിമകളിൽ നിന്ന് രാജിവെക്കണേ പെങ്ങളെ. കല്യാണ മണ്ഡപങ്ങളിൽ ശരീരം എക്സ്പ്രഷൻ നടത്തിയിട്ട് വീഡിയോ ക്യാമറക്കാരന്റെ മുമ്പിൽ ഉളുപ്പില്ലാതെ പല്ലൊലിച്ച് ശരീരത്തിലേക്ക് അന്യപുരുഷന്മാരെ മാടി വിളിച്ചാൽ സ്വർഗം കിട്ടൂല, കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലാണ്. അതുകൊണ്ട് ശരീരം മറച്ച് നടക്കണേ പെങ്ങളെ. ഫാത്തിമത്തു സഹ്റ ബത്തൂല റളിയല്ലാഹു തആല അൻഹാ വഫാത്തിന്റെ സമയത്ത് അലിയ
അലിയാരോട് പറഞ്ഞത്രേ, അലിയേ എന്നെ മറവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രാത്രിയിൽ മറവ് ചെയ്യണേ. അലിയാര് ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് രാത്രിയിൽ മറവ് ചെയ്യുന്നത്? ഫാത്തിമത്തു സഹ്റ ബത്തൂലിന്റെ പ്രതികരണോ, ജീവിതകാലത്തൊരു അന്യ മനുഷ്യൻ എന്റെ ശരീരം കണ്ടിട്ടില്ല, എന്റെ ഭംഗി കണ്ടിട്ടില്ല, എന്റെ ഹൈറ്റ് കണ്ടിട്ടില്ല, എന്റെ വെയിറ്റ് കണ്ടിട്ടില്ല, എന്റെ മുഖകാന്തി കണ്ടിട്ടില്ല, എന്റെ ഗ്ലാമർ നോക്കിയിട്ടില്ല. ഇനി വഫാത്തായാൽ എന്നെ കഫൻ തുണിയിൽ പൊതിയപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ശരീരത്തിന്റെ കളറ് കാണൂല എന്നുറപ്പാണ്. അന്ന് പെണ്ണിനെ എത്തിപ്പാളി നോക്കുന്ന ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുന്നില്ല, കൊണ്ടുപോകുന്നവർ മുഴുവനും മഹാന്മാരായ ഉമ്മത്ത് കണ്ട് ഏറ്റവും വലിയ ഔലിയാക്കളായ സ്വഹാബാക്കളാണ്. എന്നിട്ട് പോലും ഫാത്തിമത്തു സഹ്റ ബത്തൂൽ പറയുകയാണ്, അഥവാ അറിയാതെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ഫാത്തിമാന്റെ തൊലി കാണൂല, മുടി കാണൂല, മുഖം കാണൂല, എന്നാലും ചുറ്റിപ്പൊതിഞ്ഞ ശരീരമായതുകൊണ്ട് ഹൈറ്റ് കാണുമല്ലോ, വേണമെങ്കിൽ വെയിറ്റും അറിയുമല്ലോ. എന്റെ ഭംഗി മാത്രമല്ല, ഫാത്തിമ എത്രയാണ് വെയിറ്റ് ഉള്ളത്, എത്രയാണ് ഹൈറ്റ് ഉള്ളത് എന്നതും അലിയാരെ ദുനിയാവിൽ നിങ്ങൾ മാത്രം കണ്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് എന്നെ മറവ് ചെയ്യുന്ന സമയത്ത് അത് രാത്രിയിലാക്കണേ എന്ന് അലിയാരോട് വസയ്യത്ത് ചെയ്ത ഭാര്യ. പ്രിയപ്പെട്ടവരെ, സ്ത്രീരത്നങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നായികയാണെന്ന് മറക്കണ്ട. ഈ നാട്ടിലുള്ള മുഴുവൻ പെങ്ങന്മാരെയും എന്റെ പെങ്ങന്മാരായി പരിഗണിച്ച് ഉമ്മമാരെ എന്റെ സ്നേഹത്തിന്റെ മാരിടത്തിലേക്ക് ചേർത്തി പിടിച്ച് സ്നേഹത്തോടെ ശൈഖുനാന്റെ മുമ്പിൽ വെച്ച് കാലഘട്ടത്തിന്റെ കവിത തീർക്കാൻ, കടമ ഒതുക്കാൻ, നന്ദി പ്രകാശനത്തിന്റെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി പ്രഭാഷണത്തിന്റെ പര്യാവസാനത്തിൽ എന്റെ ഉമ്മമാരെ പ്രത്യേകം പരിഗണിച്ച് പറയുമ്പോ, ചെറുപ്പക്കാര് പാന്റാണെങ്കിലും നെരിയാണി മേലോട്ട് ഉയർത്തണേ. എത്രയെത്ര സദസ്സുകളിലാണ് സ്വാഗതം പറയാനും വരുന്നവന് സുന്നത്തിനെ കുറിച്ച് ജോറായി പ്രസംഗിക്കുകയാണ്. പാന്റ് നെരിയാണി താഴെയാണ്, തുണി നെരിയാണി താഴെയാണ്, തലമുടി മുഴുവനും ജൂതായുസമാണ്, റബീഉൽ അവ്വലിൽ ജോറായ പ്രസംഗമാണ്. മോനെ, അറിഞ്ഞുകൊണ്ട് നെരിയാണി താഴോട്ട് പാന്റ് താഴ്ന്നാലും തുണി താഴ്ന്നാലും അത് കടുത്ത ഹറാമാണ്, നരകത്തിലാണ്. പഠിപ്പിച്ചത് മുത്തു മുസ്തഫയാ, ആവർത്തിച്ച് പറഞ്ഞു വന്നത് ശൈഖുനാ ശംസുൽ ഉലമയാണ്. ശ്രദ്ധിക്കണേ, നരകത്തിലേക്ക് പോകല്ലേ. മരിക്കുന്ന സമയത്ത് നല്ല ദിവസം, നല്ല സ്ഥലത്ത്, നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വർഗം കണ്ട് പ്രസന്ന ഭാവത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അള്ളാഹു അവസരം തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് 11 മണിയായി. നാളെ മഴയുള്ളതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ചിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട്, പ്രത്യേകിച്ച് നന്ദി ദാറുസലാമിലെ വിദ്യാർത്ഥികൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റൂല. നാളെ ലൈവ് പ്രോഗ്രാം ഉള്ളതാണ്, സമാധാനം എല്ലാവരും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈവ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെറിയൊരു ക്ഷീണം ഞങ്ങളെ പ്രവാചകന്മാരെ എല്ലാവർക്കും ഉണ്ട്. എന്നാലും സാസിലൊന്നും മോശമില്ലാത്ത ആളുകൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഇവിടെ ആൾ മോശമെന്ന് ഞാൻ പറയില്ല. എന്നാലും ഒരുപാട് ലേറ്റായിട്ടാണ് പരിപാടി നിർത്തിയത്. വെള്ളിയാഴ്ച എന്നുള്ളൊരു പ്രയാസമുണ്ട്. ഉസ്താദ്മാരിൽ തന്നെ പ്രഗത്ഭരായ പലരും എനിക്ക് വിളിച്ചിരുന്നു. അത് ഫുള്ള് കേൾക്കൂട്ടോ, ഇന്ന് വരാൻ പറ്റൂല, നാട്ടിൽ പോകണ ഈസാണ് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ സദസ്സിൽ വന്നിരുന്ന് കേട്ട കൂലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ ഇരുന്ന ആളുകൾക്ക് മുഴുവനും സകല മുറാദുകളും അള്ളാഹു ആശലാക്കി കൊടുക്കട്ടെ, സകല പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ഒരു ഫാത്തിഹ ഓതിയിട്ട് ചെറിയ ദുആ നടത്തല്ലേ, വേറെ പിരിവൊന്നുമില്ലല്ലോ. നല്ല കണ്ണിയത്ത് ഉസ്താദിൻ്റെ അവിടെ ഇരുന്ന പരിപാടി പിരിവുകൊണ്ട് പിരിവായിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് പിരിവ് കിട്ടുകയും ചെയ്ത്. ഇവിടെ പിന്നെ അങ്ങനെ പിരിവ് ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെ പിരിഞ്ഞ് വരവുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പിരിക്കേണ്ടയില്ല. പണ്ടൊരാൾ പറഞ്ഞാൽ ചിരിച്ചതല്ല ചെറിഞ്ഞതാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ പിരിക്കേണ്ടയില്ല, ഇവിടെ പിരിയും തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ ഹബീബിനെ മനസ്സിൽ കണ്ട്, പിന്നെ എല്ലാ അമ്പിയാ മുർസലീങ്ങളെയും ഔലിയാക്കളെയും ഈ മക്കാമിൽ കിടക്കുന്ന മുഴുവൻ മഹാന്മാരെയും, പ്രത്യേകിച്ച് ജീലാനി തങ്ങളുടെ ഉറൂസുള്ള റബീഉൽ ആഖിറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, പ്രഥമ രാത്രിയാണ്. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചൊരു ഫാത്തിഹ
ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. സെറ്റിങ്സിനും ഓപ്പറേറ്റർക്കും പ്രത്യേകം നന്ദി പറയാണ്. സെറ്റിങ്സൊക്കെ ഉഷാറായിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അള്ളാഹു ഓർമ്മാക്കി തന്നതാണ്, പിന്നെ പറയാതെ പോയ മോശമല്ലേ. അപ്പം ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആഫിൽ വരയ്ക്കേ അല്ലേ പറയും, നിങ്ങൾ ആരെയും വരയ്ക്കേ നിങ്ങൾ വരയ്ക്കേ. ഇനി വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. എന്താ എന്തെങ്കിലും ഉണ്ടോ? എന്ത് പറയണ്ടോ? നന്ദിയല്ലേ അല്ലേ? ദ്വാക്കും കൂടി നന്ദി പറഞ്ഞോളി കഴിഞ്ഞിട്ട് കേട്ടോ. എന്തേലും പറയണ്ടേ പറഞ്ഞോളി. പറഞ്ഞോളൂ. ആണ്ടിലേക്ക് നാളത്തെ അവസാന ദിവസം ആണ്ടുണ്ട്, അതിന് കുറച്ച് അരി കിട്ടണം എന്ന് അവർ പറയണത്. അപ്പം ഞാൻ തന്നെയാണ് ഇപ്പം ഉണ്ടാക്കിയത്. ഷംസുലമിൻ്റെ പേരിലാണ് അരി ചോദിച്ചത്. ഇനി അടങ്ങിക്കാൻ പറ്റൂല. എൻ്റെ പോക്കറ്റിൽ എന്താ ഉള്ളത് അതാണ്ട് തരൂ. എത്രയെന്ന് എനിക്കറിയില്ല കൊടുന്നത്. ബിസ്മില്ല, ഞാൻ തുടങ്ങി. പിന്നെ എത്ര ചാക്ക് വേണ്ടി വരും? എത്ര ചാക്ക് വേണ്ടി വരും? വേം പറയും. 9 ചാക്ക് 30. ഇന്നലെ ഒന്ന് പിരിച്ചില്ലേ? തുടങ്ങപ്പൊന്ന് ഇതെല്ലാവരും പിരിവിൻ്റെ തലേക്കാലം ഇടുന്നത്. ആയിക്കോട്ടെ ഇൻഷാ. ഇന്ന് പരിപാടി ഉദ്ഘാടന ഇന്നലെ. ശരി, ആയിക്കോട്ടെ. പിന്നെ ഷംസുലമൻ്റെ ഉറൂസിലേക്ക് വരുന്ന മോമിനിയങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അരിയാണ് ചോദിക്കുന്നത്. ഇതൊരിക്കലും പോകുന്ന പൈസ അല്ല, തിരിച്ച് കിട്ടുക എന്ന് മാത്രമല്ല 10 മടങ്ങ് ദുന്യാവിലും അതിലേറെ ആഖിറത്തിലും കിട്ടും. വാങ്ങിത്തരുമല്ലോ. അതിന് പറ്റുന്ന ആളാണ് ആ കിടക്കുന്നത്. നിനക്ക് ആയിട്ടില്ല, കൈ പൊക്കാൻ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. നമുക്കൊരു 10-30 ചാക്കാരി കിട്ടണം. അതിൽ 10 ചാക്കെങ്കിലും നിർബന്ധമായിട്ട് ഇന്ന് കിട്ടണം, ചുരുങ്ങിയത്. ഇൻഷാ അല്ലാഹ്. ഗൂഗിൾ പേ ഇല്ലേ? ഇല്ലേ അല്ലേ? ഒരു ചാക്കിന് എത്രയാണ് കാശ്? ഒരു ചാക്കിന് എത്രയാ? 3500. 500 ഞാൻ കൊടുത്തിട്ടുണ്ട്. 3000 കൂടി ഞാൻ തരും. ഗൂഗിൾ പേ തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ഷരീഫ് അസ്രഫിനകത്ത് 3000 ഉണ്ടോ? അദ്ദേഹം വളരെ ദൂരേന്ന് ഫയലനായിട്ട് വന്നതാണ്. എൻ്റെ ശിഷ്യനുമാണ്, ഒരു മുദരിസുമാണ്. ഉണ്ടോ? എന്നാ ഒന്ന് കൊടുത്തേക്ക്, ഞാൻ തരാം. അതാ മൂപ്പര് തരൂ. അതാ എൻ്റെ പൈസ. ഒരു ചാക്ക് ഞാൻ ഏറ്റു ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ചാക്ക് അരി കൊടുക്കാൻ പറ്റുന്നവരൊന്ന് കൈപ്പൊക്കോ. ഒന്ന് കൈപ്പൊക്കോ, ദ്വാരക്കോ. 2. ഇൻഷാ അല്ലാഹ്. ഞാൻ ദ്വാരക്കാണ്, ഇപ്പോൾ ദ്വാരക്കും സലാത്തല്ലിട്ട്. ഷെയ്ഖുന ഷംസുലിൻ്റെ പേരിൽ വെറുതാവൂല. മനസ്സിൽ നല്ല മുറാദുകളൊക്കെ വെച്ചോളി. രോഗം ഉണ്ടെങ്കിലൊക്കെ മനസ്സിൽ വെച്ചോളി. ഉദ്ദേശങ്ങളൊക്കെ വെച്ചോളി. കല്യാണം കഴിക്കണവർ അതും വെച്ചോളി. ഒക്കെ നിറവേറും ഇൻഷാ അല്ലാഹ്. അനുഭവങ്ങളാണ്. 3ാമത്തെ ഒരാൾ വേഗം കൈപ്പൊക്കി. ആണുങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ വേറെയും തരും. ഒരു ചാക്ക് അരിക്ക് പൈസ ഇപ്പം കൊടുക്കണ്ട, നിങ്ങൾ പേരും ഫോൺ നമ്പറും കൊടുത്താൽ മതി. ദ്വാരക്കാണ് സലാത്തല്ലിട്ട്. 3ാമത്തെ ഒരാൾ കൈപ്പൊക്കോ. 3ാമത്തെ കച്ചവട 3. 4ാമത്തെ ആൾ കൈപ്പൊക്കോ. 4. 5ാമത്തെ ആൾ കൈപ്പൊക്കോ. 5ാമത്തെ ആൾ കൈപ്പൊക്കോ. 5ാമത്തെ ഒരാൾ കൈപ്പൊക്കോ. നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്താൽ മതി. 5. 6ാമത്തെ ആൾ കൈപ്പൊക്കോ. മക്കൾ കൈപ്പൊക്കരുതിട്ടാ, എനിക്ക് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. 6ാമത്തെ ആൾ. നാളെ ഓരോ സ്ഥലത്ത് എല്ലാവരും കൂടി മയ്യത്ത് നിസ്കരിക്കാം. ഞാനുണ്ട്, ഗൾഫിലാണ്, ഞാൻ വേദന ആയതാണ്. അപ്പോൾ മയ്യത്ത് നിസ്കാരം അവിടെ സമൂഹമായിട്ട് നടക്കും. അതിൽ പേരിങ്ങനെ വായിക്കാണ്, അബ്ദുറഹ്മാനാജി, സലീമാജി, ശംസുദ്ദീന്. അപ്പോൾ ഇയാൾ അറിഞ്ഞു അതവിടെ കട്ടെ, ഞാനാന്ന് അറിഞ്ഞു. അപ്പോൾ ഇയാൾ വന്നുകൊണ്ട് പേര് ഇയാൾ കൊണ്ട് കൊടുത്താണ്, എന്താണെന്നറിയാതെ. എന്ന് പറഞ്ഞാൽ കൈ പൊക്കാൻ നിൽക്കണ്ട, എന്താണെന്ന് മനസ്സിലാകാതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 6ാമത്തെ ആളൊന്ന് കൈപ്പൊക്കോ. 6ാമത്തെ ആള് ഷെയ്ഖുന ഷംസുലിന്റെ പേരിൽ ഉറൂസിലേക്ക് ഒരു ചാക്ക് അരിൻ്റെ പൈസ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നിയ്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന 6ാമത്തെ ഒരാൾ
ആണോ പെണ്ണോ ആയിക്കോട്ടെ, പെണ്ണുങ്ങളെ ഭാഗത്തൊരു സംഘാടകം പോയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടാവും, വേഗം പോയിക്ക് ഇൻഷാ അല്ലാ. ആറാമത്തെ ആള് ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഒരു 8 ആണുങ്ങൾ സ്വർഗത്തിന്റെ വാതിൽ 8 വേഗം തരി സലാത്തല്ലിട്ട് ദ്വാരക്കണേ. ആറാമത്തെ ഒരാള് ഉണ്ടോ? കയ്യൊന്നും പൊക്കി. 6 ഇൻഷാ അല്ലാ. മൂപ്പര ഉമ്മാക്കാണ് ക്യാൻസർ. മൂപ്പര എന്നോട് പറഞ്ഞു അഞ്ഞ് മർച്ചിച്ചത് കാര്യമില്ല. മൂപ്പര ഉമ്മാക്കാണ് ക്യാൻസർ. മൂപ്പര പെങ്ങളെ കുട്ടിക്കും ക്യാൻസർ. മൂപ്പര അനുജനക്ക് കിഡ്നി പോയിട്ടുണ്ട്. ചലിക്കോളി 3 സലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർ റഹീമീനായ അല്ലാഹ്, ഒരുപാട് ആരിഫീങ്ങളുടെ മുഹഖഖീങ്ങളുടെ സൂഫിയാക്കളുടെ ഗുരുവര്യരായ ഒരുപാട് മഹാന്മാരുടെ ശിഷ്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നട്ടല്ലായിരുന്ന മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമയുടെ ഉറൂസിലേക്ക് അരിച്ചാക്ക് ചോദിച്ച സമയത്ത് 6 ആണുങ്ങൾ ഒരു 6 മിനിറ്റ് പോലും എടുക്കാതെ കയ്യുയർത്തിയിട്ട് വാഗ്ദാനം നൽകിയത് നിനക്കറിയുമല്ലോ. ഈ മുതഅല്ലിമും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. നീ കബൂലാക്കണേ അല്ലാ, ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാ, ഹബീബിന് സമർപ്പിക്കണേ അല്ലാ, മറ്റ് അംബിയ മുർസലീങ്ങൾ ഔലിയാക്കൾ പ്രത്യേകിച്ച് ശംസുൽ ഉലമയിൽ എത്തിക്കണേ അല്ലാ. ഇത് കാരണത്താൽ അവരെ മദദ്, അവരെ ദുആ, അവരുടെ ഹുബ്ബ്, അവരുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ എത്രയാണോ കൊടുത്തത് അതിന്റെ 10 മടങ്ങ് ഹലാലായ സമ്പൽ സമൃദ്ധി ദുനിയാവിലും പരലോകത്ത് കുടുംബസമേതം സ്വർഗീയ കൊട്ടാരത്തിൽ മുത്ത് ഹബീബിന്റെ ജിവാറിൽ പാർപ്പിടവും പകരം ഔദാര്യമായി തരണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ക്യാൻസറുള്ള മക്കള് കൈയുയർത്തിയിട്ടുണ്ട്, അവരുടെ ക്യാൻസർ നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾക്ക് ക്യാൻസറോ കിഡ്നി വീക്കോ അറ്റാക്കോ സ്ട്രോക്കോ പോലെയുള്ളൊരു രോഗവും നീ നൽകല്ല അല്ലാ. അത് നിന്റെ ഖലായിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് തട്ടിക്കളയണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. 2 ആണുങ്ങളും കൂടി തരുക. 2 ആണുങ്ങൾ, കച്ചവടക്കാരാണെങ്കിലും കൊള്ളാം, പ്രവാസികളായാലും വേണ്ടിയില്ല, കൂലിപ്പണിക്കാരായാലും വേണ്ടിയില്ല. 7 7 7. 8ാമത്തെ ഒരാൾ കൈപ്പൊക്കോ. 8 ബഹുമാനപ്പെട്ട ഷരീഫ് അഷ്റഫി, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്, എൻ്റെ സഹ മുദരീസുമാണ്. പൊന്നാനിയിൽ നിന്ന് വാല് കേൾക്കാനായിട്ട് വന്നതാണ്. പൊന്നാനി പുത്തമ്പള്ളി ഭാഗത്ത് നിന്ന് വാല് കേൾക്കാനായിട്ട് വന്നതാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വരുന്ന ഞാൻ സ്വപ്നം കരുതിയിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. യാത്രക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. കൊടുത്തതിനേക്കാളും 10 മടങ്ങ് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. 8 ആളുകളായി. തിൽക്ക അസറത്തും കാമില. 2 ആളും കൂടി തന്ന 10 ചാക്കായി. ആണുങ്ങളെ കൂട്ടത്തിൽ 2 കൈയും കൂടി പൊങ്ങുക. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ പോവാണ്. വെറുതെ ആവില്ല. കച്ചവടക്കാരോ തൊഴിലാളികളോ മുതലാളിമാരോ പ്രവാസികളോ അധ്യാപകന്മാരോ പഠിതാക്കളോ ഉദ്യോഗസ്ഥന്മാരോ മക്കളില്ലാത്തവരോ ഉണ്ടായി കുടുങ്ങിയവരോ ആരായാലും വേണ്ടിയില്ല ഇൻഷാ അല്ലാഹ്. നാളെ ദ്വാരനാണ്ട് ചാലു ആയിക്കുമ്പോൾ പിന്നെ നിൽക്കണില്ല ആരോ. അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ആരായാലും വേണ്ടിയില്ല ഇൻഷാ അല്ലാഹ്. തരുമോ? 2 ആളും കൂടി 9 10. 2 ആളും കൂടി തരുമോ? 2 ആളും കൂടി. പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് ആരാ? 2 ആള്. ഓരോ ചാക്കാരി വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നവർ വേഗം പറയും. ദ്വാരക്കാൻ പോകണം. 9ാമത്തെ ഒരാളുണ്ടോ ആണുങ്ങളെ ഭാഗത്തുനിന്ന്? 9ാമത്തെ ഒരാളുണ്ടോ? പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഇൻഷാ അല്ലാഹ് എന്നെ അറിയിക്കണം. ദ്വായിൽപ്പെടുത്താൻ വേണ്ടിയാണ്. 9 10. 2 ആളുകളും കൂടി തരുമോ? പിന്നെ ആണുങ്ങളോട് ചോദിക്കൂല. 10 നമ്മളെ ഭാഗത്ത് അങ്ങോട്ട് ഫുള്ളാക്കാനാണ്. 9 10. 2 ആണുങ്ങളും കൂടി തരുമോ? 10 ചാക്ക് സിമെന്റിന് 2 ആണുങ്ങളും കൂടി ഉണ്ടോ? 10 ചാക്ക് സിമെന്റിന് 2 ആണുങ്ങൾ. അരിയാ അല്ല സിമെന്റ് അല്ലേ, ഞാൻ ഇന്നലത്തെ ഓർമ്മയും പറഞ്ഞാണ്. 6 സിമെന്റ് ഉണ്ടല്ലോ കേട്ടോ. കാരണം ചെമ്പിൽ സിമെന്റ് ഇട്ടിട്ട് കാര്യമില്ല. ഇന്നലെ കണ്ണിയത്തുസ്ഥാനിന് അവിടെ ഈ സമയത്ത് സിമെന്റാണ് വിരിച്ചെന്ന് ആ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇനി 8 ആള് സിമെന്റ് അല്ല കേട്ടോ. ഞാൻ നേരത്തെ അരിയുന്നതന്നല്ലേ പറഞ്ഞേ. ഇപ്പോഴല്ലേ സിമെന്റ് നമുക്ക് ചാടി. പിന്നെ ഞാനിപ്പോൾ സിമെന്റിൻ്റെ ഒരു ഓർമ്മയില്ല. കാരണം എനിക്കും പെരണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് ഓർമ്മ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. 2 ആളും കൂടി തരുമോ? 2 ആൾ 9 10. 2 ആളും കൂടി തരുമോ? 2 ചാക്കാരി. 9ാമത്തെ ഒരാള് കൈ വയ്ക്കുമാനെ 9. 10ാമത്തെ ഒരാള് 10. അൽഹംദുലില്ലാഹ്. 3 സലാത്ത്. അൽ ഹസന തുമ്മൽ ഹുസൈൻ ലിന്നബി റൈഹാനതൻ
ഫാത്തിമ ഖുർറത്തു ഐ ജദ്ദുഹും സല്ലു അലൈഹി ഫാത്തിമ ഖുർറത്തു ഐ ജദ്ദുഹും സല്ലു അലൈഹി Allah 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 sallallahu ala Muhammad. ഒരു സഹോദരി അൽഹംദുലില്ലാഹ് 11 ചാക്കായി സല്ലല്ലാഹു. നമുക്ക് 30 ചാക്ക വേണ്ട, അതിൻ്റെ ഒരു പകുതി ഇന്ന് കിട്ടണം, പിന്നെ പകുതി നാളെ മറ്റന്നാളായിട്ട് കിട്ടിയാലും മതി. ഇവിടെ നൗഷാദ് വാക്കൊക്കെ വരണുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അദ്ദേഹം അരിയല്ല ഇറച്ചി വാങ്ങാൻ കഴിയുന്ന ആളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു 15 ചാക്ക ഒരു പകുതി ഇന്ന് കിട്ടിയാൽ ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇറച്ചി മൂപ്പര് വലിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഒരു 15 ചാക്കിന് 3 ചാക്കും കൂടി ആവശ്യമുള്ളൂ. 3 ചാക്ക് ആരെങ്കിലും തരുമോ? ആണുങ്ങളെ കൂട്ടത്തിൽ ആ 3ലേക്ക് ഒരാൾ ആദ്യം കൈയൊന്ന് വെക്കുമോ? ആ 3ലേക്ക് സലാത്തല്ലി ദ്വാരക്കാണ് തൊട്ടാ പൊട്ടുന്ന ഒരു സഹോദരി. അപ്പോൾ 12 ചാക്ക്, 13 ചാക്കോ 12 ആക്ക ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 3 ചാക്കായി ഞാൻ പറഞ്ഞ 15 ചാക്കായി ഇൻഷാ അല്ലാഹ്. ഒന്ന് തരും, ഒരു 3 ചാക്ക് ആരെങ്കിലും തരുമോ? 3 ചാക്ക് ദ്വാരക്കാൻ പോവാണ്, ദ്വാരക്കാൻ പോകണമെന്നൊരു 3 ചാക്ക് ആരെങ്കിലും തരുമോ? ഷെയ്ഖുനാക്ക് അങ്ങനെ പാട്ട് ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ പാട്ട് പാടാത്തത്. മറ്റേ പിരിവിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ടൊക്കെ പൂസുന്ന ആളാണ്. ഷെയ്ഖുനും വല്ലാതെ പാട്ട് ആസ്വദിക്കുന്ന ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബെയ്ത്താണ് കേൾക്കൽ. നമ്മളിങ്ങനെ അവരെ കിതാബുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലായതാണ്, അതുകൊണ്ട് പാട്ട് പാടണില്ല ഇൻഷാ അല്ലാഹ്. ആരാ ഉള്ളത്? ഒരു 3 ആളും കൂടി തരുമോ? 3 ആളും കൂടി തരുമോ? 3 ആള് ഇല്ലേ? 13ാമത്തെ ഒരാൾ ഒന്ന് കൈപ്പൊക്കോ. ആണുങ്ങളെ കൂട്ടത്തുനിന്ന് പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും 13ാമത്തെ ഒരാളുണ്ടോ? ഇല്ലേ? ദ്വാരക്കാൻ പോണ് സലാത്തല്ലിറ്റ് പാതിരാവിൻ്റെ ഉള്ളറയാണ്. ഷെയ്ഖുനാനെ തവസ്സലാക്കി ദ്വാരക്കാണ്. ആർക്കാണ് ആ ഭാഗ്യത്തിലേക്ക് വരാൻ 13ാമത്തെ നമ്പർ ഉണ്ടാ? പറയും. ഇല്ലേ? ഇല്ലേ? വേം പറയും 13 ആണും പെണ്ണും ആരും ഇല്ലേ? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ അവിടെ കൈ പൊങ്ങിയിട്ടുണ്ട്. അത് കടഞ്ഞിട്ടാണോ ചൊറിയാനാണോ എന്താണെന്നറിയില്ല. ഭയങ്കര പൊങ്ങല, അതിനേക്കാൾ സ്പീഡിൽ താന്നിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ആരാളുള്ളത് പറയും. ഒന്ന് പറയും. പെണ്ണുങ്ങളെ കൂട്ടത്തിലുണ്ടോ ആണുങ്ങളെ കൂട്ടത്തിലുണ്ടോ? ദ്വാരക്കാൻ പോവാണ്. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആണുങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ വേം പറയും. ആരും കാത്തിരിക്കല്ലേ. 13 അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങളെ വന്ന് 2 വന്നാൽ ഇൻഷാ അല്ലാഹ് 15 എന്നാൽ ദ്വാരം അങ്ങോട്ട് പിരിയാ. നമ്മൾ ആ മുറാദ് ഹാസിലായി 15 എന്നുള്ള 10 ഉദ്ദേശിച്ചാൽ കിട്ടിക്കണം. 3 സിയാദയാണ്. എന്നാലും ആ 2 കൂടി കിട്ടിയാൽ വളരെ ഗംഭീരമായി ഇൻഷാ അല്ലാഹ്. ഒരു 2 ആളും കൂടി തരുമോ? 14 15 വേഗം തരും. ആരും കാത്തിരിക്കല്ലേ. 14 15 വേഗം തരും. 2 ആളും കൂടി ദ്വാരക്കാൻ പോവാണ്. ദ്വാരക്കണ സമയത്തൊന്ന് കൈപ്പൊക്കിക്കോളി, വെറുതെ ആവൂല, എണ്ണത്തിൽ പെടും, ക്ലിക്കാവും ഇൻഷാ അല്ലാഹ്. ഒരു 2 ആളും കൂടി വേഗം തരും. 2 ആള് ആണോ പെണ്ണോ ആയിക്കോട്ടെ. ആണോ ഒല ഉക്കാൻ ആണെന്നോ പെണ്ണൻ വേം പറയും. ആരാ ഉള്ളത്? ഉണ്ടോ? 13 14 വേം പറയും. അതാ ഒരു ഷീറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വേം പറയും. മോനെ എന്താന്ന് വായിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, സമയമില്ല, അതുകൊണ്ടാണ്. അറിയാനല്ലേ അല്ലേ? വേം പറയും. 14ാമത്തെ ഒരാൾ 2 ആളും കൂടി തരുമോ? 2 ആളും കൂടി തരുമോ? ഹാഫിൽ എന്താ 14 അല്ലേ? ഒരു ചാക്ക് അൽഹംദുലില്ലാഹ്. നേരത്തെ പറഞ്ഞ ആളാണോ? അല്ല. അപ്പോൾ 14 ചാക്കായി. ഒരു ചാക്ക് അരിയും കൂടി തന്നാൽ 15 ചാക്കായി. ഇനിയിപ്പോൾ അത് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എൻ്റെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ വേം തന്നൂടെ, അതെല്ലാം നല്ലത്. ഒറ്റ ചാക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന അപ്പം നിങ്ങൾക്ക് തോന്നിയത് അതിന് വേറെ ആളെ നോക്കണം ഈ വലുപ്പത്തിൽ. ഇൻഷാ അല്ലാഹ് 15ാമത്തെ ആളെ തരും. 15ാമത്തെ ഒരു ചാക്കും കൂടി തരും. 15ാമത്തെ ഒരു ചാക്കും കൂടി. ആണോ പെണ്ണോ ആയിക്കോട്ടെ, ദ്വാരക്കാൻ പോവാണ്. ആണോ പെണ്ണോ ആയിക്കോട്ടെ. ആരുമില്ലാതെ 6 അടിയുടെ ആഴിയിൽ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് ഭീകരമായ മണ്ണറയിൽ കിടക്കുമ്പോൾ ഇതൊക്കെ അവിടെ ലൈറ്റ് ആവണം, സുഗന്ധമാവണം. റൈഹാൻ പുഷ്പങ്ങൾ സ്വർഗത്തിൽ നിന്ന് വരണം. മലക്കുകളുടെ താരാട്ട് പാട്ട് കേൾക്കണം. നമുക്ക് സുഖനിദ്രയിലേക്ക് ഖബറിൽ വിശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചോളി. രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാവാൻ നിയ്യത്ത് വെച്ചോളി. മഹാന്മാരായ മോമിനിയങ്ങൾക്ക് ശംസുലമിൻ്റെ പേരിൽ അന്നദാനം കൊടുക്കുകയാണ്, വെറുതാവൂല. ഒരൊറ്റ ആള് ആണോ പെണ്ണോ ആയിക്കോട്ടെ വേഗം തരി. ദ്വാരക്കാൻ പോവാണ്. വേഗം തരി. അത് കിട്ടിയിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ, അല്ല ഇറങ്ങൂല. നിങ്ങളാണ്ട് പോയാൽ മൈക്കെടുത്തിട്ട് ബാക്കിൽ നിന്നിട്ട് പാട്ടെടുപ്പിരിക്കും. ഇവിടുന്നേ പാടാത്തുള്ളൂ, റോട്ടിന്ന് പാടും ഞാൻ. വേഗം തരും. ആയില്ലേ? ഓക്കെ അൽഹംദുലില്ലാഹ്. ഇനി
ഇൻഷാ അല്ലാഹ് വാക്യങ്ങൾ നാളെ മറ്റന്നാളായിട്ട് കൊടുത്തോളി. 30 ചാക്കല്ലേ പറഞ്ഞേ, പകുതി കിട്ടുമല്ലോ. പിന്നെ നാളെ മറ്റന്നാൾ വരുന്ന വേളമാർക്ക് ഇത്തിരി പണി വേണ്ട, ഞാൻ അതിനെ ഒഴിഞ്ഞു വെക്കണം. അവർക്ക് ഒരു പണിയില്ലാതെ വേളറിന് വായ ശരിയാവില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ദ്വാരക്കാൻ പോകണം. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദ്വാ നമ്മൾ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, അയക്കൊരു 3 സലാത്തും കൂടി മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് ചൊല്ലും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആദ്യം ശ്രോതാക്കൾക്കൊക്കെ നന്ദി പറയാം. ഒരു ജനനിബിഡമായ മഹാസമുദ്രം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ വന്നൊരൊറ്റ കുട്ടി ഇളകിയിട്ടില്ല. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച്, കാരണം സദസ്സിലൊരു അദബതാണ്, അതിന് നിങ്ങൾക്ക് നന്ദി പറയാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആഫിദ് തർക്കൂലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا الملك الجبار يا പടച്ചോനെ, ഞങ്ങൾ വന്നതും പറഞ്ഞതും പകർന്നതും നുകർന്നതും സംഘടിപ്പിച്ചതും സംഭാവന നൽകിയതും ഒക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. മനുഷ്യരാണ്, വിവരം കുറവാണ്, ആഖിർ സമാനിലാണ്, മനസ്സാ വാചാ കർമ്മണ സംഭവിച്ച അമളികൾ നീ പുറത്തു പരിഹരിക്കണേ അല്ലാഹ്. ഇത് വലിയ നന്മകളായി സദഖയടക്കം സ്വലാത്തടക്കം മദ്ഹടക്കം ഇൽമടക്കം സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ സവാബ് ഈ സമയത്ത് തന്നെ അഷ്റഫായ അക്രമായ അഹബ്ബായ അൻവറായ അഅളമായ ഞങ്ങളുടെ ഷഫീആയ ഉലകത്തിന്റെ നേതൃത്വമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലെത്തിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള സകല അമ്പിയാക്കൾ മുർസലീങ്ങളിലും എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലി ബൈത്ത് കുല്ലിലും എത്തിക്കണേ അല്ലാഹ്. മഹാന്മാരായ താബീങ്ങൾ തബോ താബീങ്ങൾ വിശിഷ്യ വൈസുൽ ഖറനി അടക്കമുള്ളവരിൽ എത്തിക്കണേ അല്ലാഹ്. 4 മദ്ഹബിന്റെ ഇമാമുകളിലും 4 അഖതാബിലും പ്രത്യേകിച്ച് ഗൗസുൽ ആലമിന്റെ ഉറൂസ് സംഭവിച്ച മാസമല്ലേ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീലാനി ദിനം അവിടെ ജനിച്ച മാസമല്ലേ, നീ എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീനിൽ എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ഹിന്ദിൽ എത്തിക്കണേ അല്ലാഹ്. ദാവൂദുൽ ഹക്കീം മുത്തഫേത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഷാഹുൽ ഹമീദുൻ നാഹൂരിയിൽ എത്തിക്കണേ അല്ലാഹ്. ഇബ്രാഹിം ബാദ്ഷൽ എർബദിയിൽ എത്തിക്കണേ അല്ലാഹ്. അബൂ താഹിറുൽ എർബദിയിൽ എത്തിക്കണേ അല്ലാഹ്. സിറാജുദ്ദീൻ ഞങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ നക്ഷബന്ദിയിൽ എത്തിക്കണേ അല്ലാഹ്. മഖ്ദൂമുമാരിൽ എത്തിക്കണേ അല്ലാഹ്. ഖുതുബുസ്സമാനിൽ എത്തിക്കണേ അല്ലാഹ്. യാഹൂൻ തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. മർക്കാലിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൊന്നാനിയിൽ കിടക്കുന്ന അബ്ദുറഹ്മാനിൽ ഇദ്രൂസിൽ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, വരക്കലു പാപ്പയിൽ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാരായ അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. വലിയുല്ലാഹി ശംസുൽ ഉലമയിൽ എത്തിക്കണേ അല്ലാഹ്.
കണ്ണിയത്തോരിലെത്തിക്കണേ അല്ലാ. ഒരക്കലു പാപ്പാന്റെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് അഹോരാത്രം പടവെട്ടിയ മഹാനായ പാങ്ങിൽ ഉസ്താദിലെത്തിക്കണേ അല്ലാ. അബ്ദുൽ ബാരി ഉസ്താദിലെത്തിക്കണേ അല്ലാ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാരിലെത്തിക്കണേ അല്ലാ. പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരിലെത്തിക്കണേ അല്ലാ. പിന്നെ അങ്ങോട്ട് എത്ര മഹാന്മാരാണ്, എല്ലാം ഖബറിലല്ലേ. കെ വി ഉസ്താദ്, കെ ഉസ്താദ്, KT ഉസ്താദ്, നാട്ടിക ഉസ്താദ്, കളമ്പാടി ഉസ്താദ്, അല്ലാ കുമരമ്പത്തൂർ ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, കീശ്ശേരി ഉസ്താദ്, ചെറുവാളൂർ ഉസ്താദ്, ആലുവ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, പുറങ്ങ് മൊയ്തീൻ മുസ്ലിയാർ, മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, സമസ്തന്റെ ഹാദിമീങ്ങളിൽപ്പെട്ട എത്ര പേരാണ്. ബാപ്പു മുസ്ലിയാർ, മുഹമ്മദ് ഫൈസി, സെയ്ദ് മുഹമ്മദ് നിസാമി പോലെയുള്ള പാണക്കാട്ട തങ്ങന്മാരിൽ മഹാന്മാരായ പലരും ഖബറിലല്ലേ. പൂക്കോയ തങ്ങൾ, സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാ ബാഫഖൈ തങ്ങൾ എല്ലാവരിലും എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ മഹദികൾ, കോഴിക്കോട് ജില്ലയിൽ കിടക്കുന്ന സുലൈമാൻ മുസ്ലിയാർ അടക്കമുള്ള കോഴിക്കോട് ജില്ലയിൽ കിടക്കുന്ന അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്വഹാബാക്കളാ കിടക്കുന്നത് പാറപ്പള്ളിയിലും പരിസരത്തുമൊക്കെ. അതുപോലെ തന്നെ നിലാമുറ്റത്ത് കിടക്കുന്നവരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വേറെയുമുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ വേറെയുമുണ്ട്. അവിടേക്ക് കിടക്കുന്ന ഹബീബിന്റെ സ്വഹാബാക്കളിൽ എത്തിക്കണേ അല്ലാ. സലാലയിൽ കിടക്കുന്ന, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ മുത്താലിം അവിടെയായിരുന്നു വഅള്. നട്ടുച്ചക്കാണ് അവരുടെ ഖബറുകൾ പോയി കരഞ്ഞത്. മലയാളിയായ സ്വഹാബി താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാ. ശൈഖുനാ ശംസുൽ ഉലമയുടെ മശായിഖിൽ എത്തിക്കണേ അല്ലാ. ഉസ്താദുമാരിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശിഷ്യന്മാരിൽ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ഭാര്യമാർ, അവരുടെ എത്രയാണ്, അവിടുത്തെ കുടുംബാംഗങ്ങൾ എത്രയാണ് ഖബറിലുള്ളത്, അവരിലേക്കൊക്കെ നീ എത്തിക്കണേ അല്ലാ. മുരീദന്മാര് എത്രയാണോ ഖബറിലുള്ളത്, ചെറുവാളൂർ ഉസ്താദ് അടക്കം എല്ലാവരിലും നീ എത്തിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാ. നീ ഇതിന്റെ തവാബ് അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മഹാന്മാർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മാതാപിതാക്കളടക്കം ഈ നാട്ടിലടക്കം മറവ് ചെയ്യപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും എത്തിച്ച് അവരുടെ ഖബറിനെ പ്രവിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരിൽ പലരും ഖബറിലാ. നീ ഖബറിടം സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരുണ്ട്. ഈ മുതഅല്ലിമിന്റെ പ്രഗൽഭരായ 2 ഉസ്താദുമാർ, ശൈഖുന മുഹമ്മദ് ബാക്കവി പൂക്കോട്ടൂർ, മഹാനായ മമ്മിക്കുട്ടി ഹസ്രത്ത്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ ഗുരുവരന്മാരുടെ ഗുരുത്വമുള്ള മക്കളും ശിഷ്യരുമാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ശിഷ്യരെയും അങ്ങനെ ആക്കണേ അല്ലാ. പടച്ചവനെ, നീറിപ്പുകയുന്ന കാലമാ. രാഷ്ട്രീയ രംഗം പുകയുകയാ, ആത്മീയ രംഗം വഷളാവുകയാ, രാഷ്ട്രങ്ങളൊക്കെ ഏറ്റുമുട്ടുകയാ. കുഞ്ഞു മക്കൾക്ക് പോലും ഉറക്കമില്ലാത്ത അപശബ്ദങ്ങളും ഭീകരമായ മുഴക്കങ്ങളുമാ. അല്ലാഹുവേ, മിസൈലുകൾ ചീറിപ്പായുകയാ. ഫലസ്തീനിലെ പൊന്നുമക്കൾ രാത്രി ഉറങ്ങാതൊരു ചീറ്റൽ കേൾക്കുമ്പോഴേക്ക് ഞെട്ടി ഉണരുകയാ. കാരണം കുന്നുകൂടി കിടക്കുന്ന മക്കളെ കണ്ടുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, ഫലസ്തീന്റെ രോദനം നീ അവസാനിപ്പിക്കണേ അല്ലാ. ഇസ്ലാമിലെ നിരപരാധികളെ പോലും ചുട്ടരിച്ചുകൊണ്ട് കൊന്നുകൂട്ടിയ ആ മയ്യത്തിന്റെ കുംഭാരങ്ങളെ നോക്കി വീട്ടിൽ വാർത്ത കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ജൂത പരിശകളെ പരാജയപ്പെടുത്തണേ അല്ലാ. പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ സമാഗമം നീ സന്തോഷത്തോടെ നാളത്തെ സൗഭാഗ്യത്തിന് സബബായി സ്വീകരിക്കണേ അല്ലാ. അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാ. കിഡ്നി വീക്കിൽ നിന്ന് കാക്കണേ അല്ലാ.
പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ, നിപ്പ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അപകടത്തിൽ വരുത്തല്ല അല്ലാ, അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ, പ്രകൃതി ദുരിത ദുരന്തത്തിൽ നിന്ന് കാക്കണേ അല്ലാ, കടക്കണിയിൽ കൊടുക്കല്ല അല്ലാ, ശത്രുക്കളാൽ വഷളാക്കല്ല അല്ലാ, മർദ്ദന പീഡന വിഷമങ്ങളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാ, ഹലാലായ സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين برحمتك يا أرحم الراحمين. وآله وصحبه أجمعين. سبحان ربي.